അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഇംഗ്ലീഷാണ്. നിങ്ങൾ കണ്ടിരുന്നു സബ്ജക്റ്റിനകത്ത് വന്നിരിക്കുന്ന ഇംഗ്ലീഷാണ് അല്ലേ. ഇംഗ്ലീഷ് നമുക്കറിയാം, കേറ്ററ്റ് എന്ന് പറഞ്ഞ പരീക്ഷയ്ക്ക് എത്ര മാർക്കിലാണ് ഇംഗ്ലീഷ് ചോദിക്കുന്നത് അറിയാമോ? ഇംഗ്ലീഷ് പരീക്ഷ ചോദിക്കുന്നത് കേറ്ററ്റിന് എത്ര മാർക്കിനാണെന്നറിയാമോ? അറിയാമോ? 1-നും 2-നും ചോദിക്കുന്നത് 30 മാർക്കിനാണ് പരീക്ഷ ചോദിക്കുന്നത് കേട്ടോ. 30 മാർക്കിലാണ് നമ്മുടെ മൊത്തം പരീക്ഷ ചോദിക്കുന്നത്, ഇംഗ്ലീഷ് തന്നെ. അതിൽ നമുക്ക് പഠിക്കാനായിട്ട് പെഡഗോഗി പാർട്ട്, പെഡഗോഗിയുണ്ട്, ഓക്കെ, പെഡഗോഗിയുണ്ട്, അതുപോലെ തന്നെ ഗ്രാമറുണ്ട്, അതുപോലെ തന്നെ നോൺ ഗ്രാമറുണ്ട്, പിന്നെയുള്ളത് കോംപ്രിഹെൻസീവ് പാരഗ്രാഫ്. ഇങ്ങനെ ഒരു 4-5 സെറ്റായിട്ടാണ് നമുക്ക് ഈ ഒരു സാധനത്തെ നമ്മൾ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്. ബാക്കിയുള്ള സബ്ജക്റ്റിൽ നിന്നും എന്താണ് നമ്മുടെ സയൻസും മാത്സും സോഷ്യലും സൈക്കോളജിയും എന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളതാണ്. ഇംഗ്ലീഷിനും മലയാളത്തിനും ഓരോ എന്ത് ചോദിക്കും? പാരഗ്രാഫ് ചോദിക്കും, അല്ലെങ്കിൽ ഒരു കോംപ്രിഹെൻസീവ് പാരഗ്രാഫ് നിങ്ങളോട് ചോദിക്കും. അതിൽ നിന്ന് ഏകദേശം ഒരു 5 മുതൽ 8 മാർക്ക് വരെയുള്ള ചോദ്യങ്ങൾ അവിടുന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. പല പരീക്ഷ പേപ്പറിലായിട്ട് 5 മുതൽ 8 മാർക്ക് വരെ, മിനിമം 5 മാക്സിമം 8 മാർക്ക് വരെയുള്ള പരീക്ഷ എന്താണ് ക്വസ്റ്റ്യൻസ് ഈ പറഞ്ഞ കോംപ്രിഹെൻസീവ് പാരഗ്രാഫിൽ നിന്നുള്ള ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. അതിനുശേഷം വരുന്നത് ഗ്രാമർ പാർട്ടിയിൽ നിന്ന് ഏകദേശം ഒരു 10 മാർക്ക്, നോൺ ഗ്രാമർ പാർട്ടിയിൽ നിന്ന് ഒരു 10 മാർക്ക്, പെഡഗോഗിക് പാർട്ടിയിൽ നിന്ന് 5 മാർക്ക്, പിന്നെയുള്ളത് നമ്മുടെ ഈ പറഞ്ഞ കോംപ്രിഹെൻസീവ് പാരഗ്രാഫിൽ നിന്ന് 5 മുതൽ 8 മാർക്ക് വരെ വന്ന് നമ്മുടെ 30 മാർക്ക് അങ്ങനെ ആകുന്നത്. നമ്മുടെ 30 മാർക്കിൽ 10 മാർക്ക് ഗ്രാമർ പാർട്ടിന്, 10 മാർക്ക് നോൺ ഗ്രാമർ പാർട്ടിന്, 10 മാർക്ക് പെഡഗോഗിക് പാർട്ടിന്, പിന്നെ പോയിട്ടൊരു 5-നും 8-നും ഇടയ്ക്ക് അത് ഇവിടുന്ന് എങ്ങാനും കട്ടായി വരാം. അതിനെന്താണ് വരേണ്ടത്? നമ്മുടെ കോംപ്രിഹെൻസീവ് പാരഗ്രാഫിൽ നിന്നാണ് ചോദ്യങ്ങൾ ചോദിക്കാനായിട്ടുള്ളത്. ഈ നോൺ ഗ്രാമർ പാർട്ടിനകത്ത് വരുന്നത് എന്താണ്? നമ്മുടെ ഈ ക്ലാസ് റൂമിൽ നമ്മൾ എങ്ങനെ ആസ് എ ഇംഗ്ലീഷ് ടീച്ചർ അല്ലെങ്കിൽ ആസ് ആൻ ഇംഗ്ലീഷ് ടീച്ചർ ഹൗ യു ടീച്ച് ആൻ ഇംഗ്ലീഷ് സബ്ജക്റ്റ് ഓർ ഹൗ യു ഹെൽപ്പ് ദി സ്റ്റുഡൻസ് ടു അക്വയർ എ സെക്കൻഡ് ലാംഗ്വേജ് അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ടീച്ചറായിരിക്കെ എങ്ങനെ നിങ്ങളൊരു കുട്ടിയുടെ സെക്കൻഡ് ലാംഗ്വേജ് അക്വിസിഷനെ, നമുക്കറിയാം നമ്മൾ പഠിക്കുന്ന മീഡിയം മലയാളമാണ്, അവർ മദർ ടങ് ഈസ് ഓൾവേസ് മലയാളം, റൈറ്റ്. അപ്പം അതിൽ നിന്നും മാറി കൊച്ചിനെ ഒരു സെക്കൻഡ് ലാംഗ്വേജ് അക്വിസിഷൻ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം നേടിയെടുക്കുക. അപ്പം സെക്കൻഡ് ലാംഗ്വേജ് അക്വിസിഷൻ നേടിയെടുക്കാനായിട്ട് ഒരു കൊച്ചിനെ എങ്ങനെ സഹായിക്കുന്നു എന്ന് പറഞ്ഞ രീതിയിലൂടെയാണ് നമ്മൾ ഈ പറഞ്ഞ നോൺ ഗ്രാമർ പാർട്ടിയിൽ നിന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്. പിന്നെയുള്ളത്, അല്ലെങ്കിൽ നിങ്ങളോട് അതിൻ്റെ അകത്ത് വരുന്നതാണ് ഈ പറഞ്ഞ നിങ്ങളൊരു ഇംഗ്ലീഷ് ടീച്ചറായിരിക്കെ ഇംഗ്ലീഷിലുള്ള ഏതൊക്കെ ഡിസ്കോഴ്സസ് നിങ്ങൾ കൊച്ചിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യും, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് കുട്ടികൾക്ക് കൂടുതലായിട്ട് കിട്ടാനായിട്ട് കുട്ടികളിൽ എന്തൊക്കെ മാറ്റങ്ങൾ നിങ്ങൾക്ക് വരുത്താൻ സാധിക്കും. ഇങ്ങനെ കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെയാണ് ഈ പറഞ്ഞ നോൺ ഗ്രാമർ പാർട്ടിയിൽ നിന്ന് ചോദിക്കുന്നത്. പിന്നെയുള്ളത് ഒരെണ്ണമാണ് ഗ്രാമർ പോർഷൻ. അവിടെയാണ് നമ്മുടെ ആർട്ടിക്കിള്, ടെൻസസ്, പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ, അതുപോലെ തന്നെ നമ്മുടെ പ്രൊപ്പോസിഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചോദിക്കുന്നതാണ് ഗ്രാമർ പോർഷൻ. പിന്നെ വരുന്നത് നോൺ ഗ്രാമർ പോർഷൻ, ഇപ്പോൾ നമ്മൾ പഠിച്ചു. അതിനുശേഷം വരുന്നത് പെഡഗോഗി പാർട്ട്. പെഡഗോഗി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലുള്ള ബോധനശാസ്ത്രം എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ എങ്ങനെയാണ് ഇംഗ്ലീഷ് സബ്ജക്റ്റ് പഠിപ്പിക്കേണ്ടതെന്നും ഇംഗ്ലീഷിലുണ്ടാകുന്ന ബേസിക് സ്കിൽസ് ഏതൊക്കെയാണെന്നറിയാമോ? ഇംഗ്ലീഷിലും മലയാളത്തിലുള്ള ബേസിക് സ്കിൽസ് അറിയാമോ? LSRW കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? LSRW അതായത് ലിസണിങ്, സ്പീക്കിങ്, റീഡിങ്, റൈറ്റിങ് കേട്ടോ. ഈ 4 ബേസിക് സ്കിൽസാണ് നമ്മുടെ കുട്ടികളിൽ വളർത്തിക്കൊണ്ട് വരേണ്ടത്. ഈ സ്കിൽസ് എങ്ങനെ നമുക്ക് വളർത്താൻ സാധിക്കും? അതുപോലെ തന്നെ കുട്ടികളുണ്ടാകുന്ന ഡിസ്ലെക്സിയസ്, അതായത് വായനാ വൈകല്യം, അതുപോലെ തന്നെ എഴുതാനുള്ള വൈകല്യം, ഡിസ്കാൽക്കുലിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്പ്രാക്സിയ എന്നിങ്ങനെയുള്ള വൈകല്യങ്ങളൊക്കെ ഈ ഒരു ഇതിനകത്ത് വരുന്നതാണ്, ടോപ്പിക്കിനകത്ത് വരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്കുള്ള മറ്റൊരെണ്ണമാണ് ഈ പറഞ്ഞ ലിസണിങ് നമ്മൾ കുട്ടികളെ എങ്ങനെ സഹായിക്കാം, സ്പീക്കിങ്ങിന് എങ്ങനെ സഹായിക്കാം, റീഡിങ്ങിന് എങ്ങനെ സഹായിക്കാം, റൈറ്റിങ്ങിന് എങ്ങനെ സഹായിക്കാം, ഇതിനുള്ള ഡിസബിലിറ്റീസ് നേരിടുന്ന കുട്ടികളെ എങ്ങനെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാം, അവരെ കൂടുതൽ എങ്ങനെ ഈ പറഞ്ഞ ലാംഗ്വേജ് അക്വിസിഷൻ എങ്ങനെ സഹായിക്കാം, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത് നമ്മുടെ പെഡഗോഗി പാർട്ടിനകത്ത് വരുന്നത്. അതുപോലെ തന്നെ ടീച്ചിങ് മാലിൻ്റെ കാര്യങ്ങൾ, ടീച്ചിങ് എയ്ഡിൻ്റെ കാര്യങ്ങൾ, TLM അല്ലേ, ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയലിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഈ പറയുന്ന പെഡഗോഗി പാർട്ട്. പിന്നെയുള്ളൊരു 5 മാർക്കാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് കോംപ്രിഹെൻസീവ് പാരഗ്രാഫ് എന്ന് പറഞ്ഞ
ടോപ്പിക്കിൽ നിന്ന് നമ്മളോട് ചോദിക്കുന്നത് കേട്ടോ. സോ ഇത്രയാണ് നിങ്ങൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. മലയാളത്തിനും സെയിം സംഭവം തന്നെയാണ്, ഇംഗ്ലീഷിനും മലയാളത്തിനും കേട്ടോ. 30 മാർക്കിൻ്റെ സെയിം സാധനം ഇത് തന്നെയാണ്. 10 മാർക്ക് ഏകദേശം ഗ്രാമറിൽ നിന്നും, 10 മാർക്ക് ഏകദേശം നോൺ ഗ്രാമറിൽ നിന്നും, 5 മുതൽ 8 മാർക്ക് വരെ നമ്മുടെ കോംപ്രിഹെൻസീവ് പാരഗ്രാഫിൽ നിന്ന്. അത് ഗദ്യമാകാം, പദ്യമാകാം, ഒരു കഥയിലൂടെയോ കവിതയിലൂടെ ചോദ്യങ്ങളൊക്കെ ചിലപ്പോൾ 2 വട്ടവും രണ്ടും ചോദിച്ച് കണ്ടിട്ടുണ്ട്. പിന്നെയുള്ളത് ഈ പറഞ്ഞ ബോധനശാസ്ത്രപരം അതിൻ്റെ ഒരു കാര്യങ്ങളിലും ചോദിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. നിങ്ങളവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഈ പറഞ്ഞ കോംപ്രിഹെൻസീവ് പാരഗ്രാഫ്. ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് അതാണ്, എങ്ങനെ ഒരു കോംപ്രിഹെൻസീവ് പാരഗ്രാഫ് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ എങ്ങനെ ഒരു കോംപ്രിഹെൻസീവ് പാരഗ്രാഫിലുള്ള ടോപ്പിക്സ്, അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് നിങ്ങൾക്ക് തന്നാൽ എങ്ങനെ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റും, നമ്മുടെ ക്വസ്റ്റ്യൻസ് എങ്ങനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്, കേറ്ററ്റിന് ആകെയുള്ള സമയം എത്രയെന്നറിയാവോ? കേറ്ററ്റ് പരീക്ഷയ്ക്ക് ആകെയുള്ള സമയം അറിയാവോ? കേറ്ററ്റ് പരീക്ഷ നിങ്ങൾക്ക് ആകെ എഴുതാനായിട്ടുള്ള സമയം എത്ര മണിക്കൂറാണെന്നറിയാവോ? മൊത്തം ക്വസ്റ്റ്യൻസ് 150 ശരിയല്ലേ? മൊത്തം നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ 150 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഈ 150 ചോദ്യങ്ങൾ ചോദിക്കാൻ നിങ്ങൾക്ക് 150 മിനിറ്റേ കിട്ടത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ 2.5 മണിക്കൂറാണ് നമ്മുടെ മൊത്തം പരീക്ഷയുടെ സമയം. 2.5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 150 മിനിറ്റാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ എത്ര മിനിറ്റ് ഉണ്ട്? ഒരു ക്വസ്റ്റ്യന് 1 മിനിറ്റ് നമുക്ക് കിട്ടും. മനസ്സിലായി? ഒരു ക്വസ്റ്റ്യന് 1 മിനിറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു ബോധ്യം നിങ്ങൾക്ക് ആദ്യം ഉണ്ടായിരിക്കണം. കാരണം നിങ്ങൾ ഈ കോംപ്രിഹെൻസീവ് പാരഗ്രാഫ് നമ്മുടെ കയ്യിലുള്ള മാർക്കാണ്. അതൊരിക്കലും നിങ്ങൾ എന്ത് ചെയ്യല്, ഇട്ടിട്ട് പോകരുത്. കാരണം നമ്മൾ ഒരു സോഴ്സ് നമ്മൾ പുതുതായിട്ട് പഠിക്കേണ്ടതായിട്ടില്ല. അപ്പം നമ്മളിൽ ഒരു പാരഗ്രാഫ് കിട്ടുന്നു, ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ 4 മിനിറ്റ് കൊണ്ട് നമ്മൾ പാരഗ്രാഫ് സോൾവ് ചെയ്താൽ നമുക്ക് 5 മുതൽ 8 മാർക്ക് വരെ നമ്മുടെ കൈ കിട്ടും. നമ്മൾ സേഫ് സോണിൽ കയറാനായിട്ട് വളരെ എളുപ്പമാണ് അങ്ങനെ ഒരു പാരഗ്രാഫ് നമ്മുടെ കയ്യിൽ ഉള്ളതുകൊണ്ട് തന്നെ. അത് ഇംഗ്ലീഷിലുണ്ട്, മലയാളത്തിലുണ്ട്. നമ്മളൊരു 3 അല്ലെങ്കിൽ 4 മിനിറ്റ് കൊണ്ട് ഈ ഒരു പാരഗ്രാഫ് സോൾവ് ചെയ്തെടുക്കുമ്പോൾ ഏകദേശം ഒരു 10-15 മാർക്കിനടുത്ത് നമുക്ക് ഈ പറഞ്ഞ നമ്മൾ കാണാതെ പഠിക്കേണ്ട, എഴുതി പഠിക്കേണ്ട, ചെയ്തു നോക്കേണ്ട, യാതൊന്നും ചെയ്യേണ്ട നമ്മുടെ കയ്യിലുള്ള മാർക്കാണ്. അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ വിട്ട് കളയരുത് കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ, അതായത് ഈ പറഞ്ഞ കോംപ്രിഹെൻസീവ് പാരഗ്രാഫ് ഇംഗ്ലീഷിൽ ചോദിച്ചാലും മലയാളത്തിൽ ചോദിച്ചാലും നിങ്ങൾ എന്ത് ചെയ്യണം, അപ്രോച്ച് ചെയ്യണം. ചെയ്യാതെ അവിടെ നിന്നിട്ട് പോകരുത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഒരു ക്വസ്റ്റ്യൻ ചെയ്യേണ്ട 1 മിനിറ്റ് നിങ്ങൾക്ക് സമയമുണ്ട്. 5 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 5 മിനിറ്റ് അവിടെ കിട്ടത്തുള്ളൂ. എന്നും പറഞ്ഞുകൊണ്ട് 5 മിനിറ്റും അതിന് വേണ്ടി ചിലവഴിക്കരുത്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസൊക്കെ ചിലത് നമുക്കൊക്കെ ചെയ്ത് നോക്കേണ്ടതും ആലോചിച്ചിട്ട് കിട്ടാത്തതുമായ ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് ഒരുപാട് കാണും. ഒരുപാട് പേര് പറയുന്നതാണ് സമയം തികഞ്ഞില്ല. തികയാതിരിക്കാനുള്ള കാരണം എന്താണ്? ഇങ്ങനെ അവസാനം ചെയ്യാമെന്ന് പറഞ്ഞ് ഇട്ടിരുന്ന് എന്താണ് ചെയ്യാൻ കിട്ടാതെ വന്നതാണ് ഈ പറ്റിയ പ്രശ്നം. അതുകൊണ്ട് തന്നെ 5 മിനിറ്റ് ആണെങ്കിലും നമ്മളൊരു 4 മിനിറ്റിൽ ഇത് തീർക്കാനായിട്ട് നോക്കണം. അതിനുള്ള ടിപ്സാണ് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ കോംപ്രിഹെൻസീവ് പാരഗ്രാഫ് നിങ്ങൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഖണ്ഡിക നിങ്ങൾക്ക് തന്നാൽ ആ ഖണ്ഡിക നിങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ എന്താണ് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം പോയി ആരെ വായിക്കണം? പാരഗ്രാഫ് വായിക്കണോ, ക്വസ്റ്റ്യൻ വായിക്കണോ? ആദ്യം ആരെ വേണം വായിക്കാൻ? ആദ്യം ആരെയാണ് വായിക്കേണ്ടത്? നമ്മുടെ ക്വസ്റ്റ്യൻ വേണം വായിക്കാൻ. മനസ്സിലായോ? നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ട ഒരു കാര്യമാണ് റീഡ് ദി ക്വസ്റ്റ്യൻ ഫസ്റ്റ് കേട്ടോ. ക്വസ്റ്റ്യൻ വേണം ആദ്യം പോയി വായിക്കാൻ. എന്നും പറഞ്ഞുകൊണ്ട് ക്വസ്റ്റ്യൻ എഴുതുന്ന മനഃപ്പാടമാക്കാനല്ല. ഓരോ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഓരോ കീ വേഡ്സ് കാണും കേട്ടോ. ഓരോ ക്വസ്റ്റ്യൻ നമ്മൾ വായിക്കുമ്പോൾ ഓരോ ക്വസ്റ്റ്യനകത്ത് എന്നാ കാണും? ഓരോ കീ വേഡ്സ് കാണും. ആ കീ വേഡ്സ് നിങ്ങൾ എന്ത് ചെയ്യണം? ഓർത്തിരിക്കണം. കീ വേഡ്സ് ഓർത്തിരുന്നതിന് ശേഷം എന്ത് ചെയ്യണം? നമ്മൾ വന്ന് പാരഗ്രാഫ് വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യും, ഇതവിടെ വായിച്ച ക്വസ്റ്റ്യൻ ആണല്ലോ, അതിൻ്റെ ഉത്തരം ഇവിടെ ഉണ്ടല്ലോ എന്നൊരു സ്ട്രൈക്കിങ് നമ്മുടെ മനസ്സിലൂടെ ഓട്ടോമാറ്റിക്കലി നടക്കും. ഇത് 1 ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ പ്രാക്ടീസ് ആകേണ്ടതല്ല, മാസങ്ങളെടുക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് മുതൽ ഇതിനുള്ള പ്രാക്ടീസ് തുടങ്ങും. എങ്ങനെ ഒരു കോംപ്രിഹെൻസീവ് പാരഗ്രാഫ് നിങ്ങൾക്ക് തന്നാൽ അതിനെ സോൾവ് ചെയ്യാമെന്നുള്ള പാറ്റേണാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. നാളെ മുതൽ നിങ്ങൾ തന്നെ പാരഗ്രാഫ് എടുത്തുകൊണ്ട് അത് നിങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് പഠിക്കും. അതിനുള്ള സൈറ്റും കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം പോയി ആരെ വായിക്കണം? ക്വസ്റ്റ്യൻ വേണം വായിക്കാൻ. അതിനുശേഷം രണ്ടാമത് ചെയ്യേണ്ടത് എന്ത് ചെയ്യണം? ഐഡൻറ്റിഫൈ ദി കീവേഡ്സ് കേട്ടോ. അതിലുള്ള കീവേഡ്സ്, ആരിലുള്ള? ക്വസ്റ്റ്യനിലുള്ള കീവേഡ്സ് നിങ്ങൾ ശ്രദ്ധിക്കണം. അതിനെ നിങ്ങൾ ഓർത്തിരിക്കണം. ഐഡൻറ്റിഫൈ ദി കീവേഡ്സിനെ നിങ്ങൾ എന്ത് ചെയ്യണം? ഓർത്തിരിക്കണം. അതിനുശേഷം എന്ത് ചെയ്യണം? റിമെമ്പർ ഇറ്റ്, അതൊന്ന് ഓർത്തിരിക്കാൻ ശ്രമിക്കണം കേട്ടോ.
റിമെമ്പർ ചെയ്യാനായിട്ട് നോക്കണം. ഏതൊക്കെ? ഈ ക്വസ്റ്റ്യനിലുള്ള കീവേഡ്സിനെല്ലാം ഒന്ന് റിമെമ്പർ ചെയ്യാനായിട്ട് നോക്കണം. അതിനുശേഷം വേണം എന്ത് ചെയ്യാൻ? റീഡ് ദി പാരഗ്രാഫ് കേട്ടോ. റീഡ് ദി പാരഗ്രാഫ് ട്വൈസ്, ഏകദേശം ഒരു 2 തവണയിലും വായിക്കണം. ആരെ? പാരഗ്രാഫിനെ. ഒരു തവണ വായിച്ച് നേരെ ഉത്തരത്തിലേക്ക് പോകരുത്. കുറഞ്ഞതൊരു 2 തവണയെങ്കിലും നമ്മുടെ പാരഗ്രാഫ് ഒന്ന് മനസ്സിരുത്തി വായിക്കണം. വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ചിലർക്ക് ഉറക്ക വായിച്ചാലായിരിക്കും മനസ്സിൽ കയറുന്നത്, അല്ലേ? ചിലർക്ക് പതുക്കെ വായിച്ചാലേ കയറത്തുള്ളൂ. ചിലർക്ക് ചെറിയ സ്വരത്തിൽ വായിച്ചാലായിരിക്കും മനസ്സിൽ കയറുന്നത്. അത് ഏത് രീതിയിലാണോ നിങ്ങൾക്കുള്ളത് ആ രീതി നിങ്ങൾ പ്രാക്ടീസായി എടുക്കണം. എന്ന് പറഞ്ഞാൽ പരീക്ഷാ ഹാളാണ്, ലൗഡ് റീഡിംഗ് ആണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തതെങ്കിൽ അവിടെ ഇരുന്നുകൊണ്ട് ഉറക്ക വായിച്ചാൽ ഇൻവിലേറ്റർ നമ്മൾ ഇറക്കി വിടും. സോ അതിൻ്റേതായിട്ടുള്ളൊരു ചെറിയ വോയിസിൽ നിങ്ങൾ വായിച്ചെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ആ ഒരു പാരഗ്രാഫ് നിങ്ങൾ എത്ര തവണ വായിക്കണം? 2 തവണ വായിച്ചിട്ട് വേണം എങ്ങോട്ട് പോകാൻ? ആൻസറിലേക്ക് പോകാൻ കേട്ടോ. ആൻസേഴ്സിലേക്ക് നമ്മൾ മൂവ് ചെയ്യാം. സോ ഈ ഒരു 5 സ്റ്റെപ്പ് നിങ്ങൾ ശ്രദ്ധിക്കണം. ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കണം. ക്വസ്റ്റ്യനുള്ള കീവേഡ്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അതിനെ ഒന്ന് ഓർത്തിരിക്കാൻ നോക്കണം. പാരഗ്രാഫ് എന്നിട്ട് 2 തവണ വായിക്കണം. അവിടുന്ന് നേരെ എങ്ങോട്ട് പോകണം? ആൻസേഴ്സിലേക്ക് നമ്മൾ മൂവ് ഓൺ ചെയ്യണം. എങ്കിൽ മാത്രമേ ഇതൊരു 3 മിനിറ്റ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ചെയ്ത് തീർക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. യെസ്, അങ്ങനെയാണെങ്കിൽ എങ്ങനെ നമുക്ക് ഈ ഒരു സാധനത്തെ സോൾവ് ചെയ്യാം? നിങ്ങൾക്കൊരു സോഫ്റ്റ്വെയർ ഞാൻ പറഞ്ഞുതരാം. ChatGPT കേട്ടിട്ടുണ്ടോ? ChatGPT എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ എപ്പോഴും നമ്മുടെ ഇതിലൊക്കെ പറയുന്നതാണ്. നമ്മുടെ എവിടെയാണ് വാർത്തകളിലൊക്കെ ഇപ്പം നിറഞ്ഞിരിക്കുന്ന ഒരു AI ടൂളാണ് ChatGPT. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ChatGPT എന്ന സോഫ്റ്റ്വെയർ ഉണ്ടോ? ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി റണ്ണാകുന്ന ഒരു ടൂളാണ്. എന്താണ്, കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ChatGPT എന്ന സാധനം ഉണ്ടോ? ഓക്കെ. ഉപയോഗിച്ചിട്ടുണ്ടോ? ഉണ്ടോ? കേട്ടിട്ടുണ്ട് പക്ഷെ ഉപയോഗിച്ചിട്ടില്ല അല്ലേ? ഇതിൻ്റെ ഉപയോഗം എന്നാണെന്നറിയാവോ? ഈ ChatGPTയുടെ അറിയാവോ? നിങ്ങളിപ്പോൾ ഈ സ്കൂളിൽ പഠിപ്പിക്കുന്ന എത്ര പേരുണ്ട്? ഒന്ന് കേൾക്കട്ടെ. സ്കൂളിൽ ഇവിടെ ഇപ്പോൾ കറൻറ്റിലായിട്ട് വർക്ക് ചെയ്യുന്ന എത്ര പേരുണ്ട് ഈ ഒരു ഗ്രൂപ്പിൽ? എത്ര പേരുണ്ട്? ചുമ്മാ കൈ പൊക്കിക്കൂ. സ്കൂളിൽ ഇപ്പോൾ പഠിപ്പിക്കുന്ന എത്ര പേരുണ്ട് ഈ ഒരു ഗ്രൂപ്പിൽ? ആരുമില്ലേ? എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണോ? നിങ്ങൾക്കൊരു ടെക്സ്റ്റ് ബുക്ക് പഠിപ്പിച്ചാൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ അതിൻ്റെ അകത്തുനിന്ന് വേണം? നമ്മളിപ്പം നോക്കുകയാണ്. ഇപ്പോൾ ഞാൻ കാണിച്ചുതരാം. ഇപ്പം നമ്മൾ ഇന്നലെ നിങ്ങൾ പഠിച്ച വിഷയം ഏതായിരുന്നു? ടെക്സ്റ്റ് ബുക്ക് നമ്മൾ പഠിക്കാൻ തുടങ്ങിയില്ല. ഇന്നലെ നിങ്ങൾ പഠിച്ച വിഷയം ഏതായിരുന്നു? ഇന്നലെ പഠിച്ച വിഷയം ഏതാ? ഇന്നലെ ടീച്ചർ പഠിപ്പിച്ച വിഷയം ഏതാ നിങ്ങളെ പഠിപ്പിച്ചത്? മറന്നുപോയോ? ഇന്നലെ ഏതാ നിങ്ങളെ പഠിപ്പിച്ചത്? നമ്മുടെ 4ാം ക്ലാസ്. 4ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് അല്ലേ? 4ാം ക്ലാസ്സിൽ ഏത് പാഠമായിരുന്നു? ഓർമ്മയുണ്ടോ 4ാം ക്ലാസ്സിൽ ഏത് പാഠമാണ്? പരിസര പഠനം മലയാളം. യെസ്, ഓക്കെ. 4ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കാണ് നിങ്ങളെ പഠിപ്പിച്ചത് അല്ലേ? നിങ്ങൾ ഇന്നലെ പഠിപ്പിച്ച പാഠം ഏതായിരുന്നു? ഞാൻ ഒരു മോഡൽ കാണിച്ചു തരും. എൻ്റെ ഉപയോഗം എന്നാന്ന് കാണിച്ചു തരുക. എന്തോ കേട്ടില്ല. എന്നതാ? കലകളുടെ നാട്. ഓക്കെ. കേട്ട്. ഓക്കെ, കലകളുടെ നാട്. എനിക്ക് തോന്നുന്നത് 1ാമത്തെ യൂണിറ്റിലായിരിക്കും വരേണ്ടത്. യെസ്, നമുക്ക് നോക്കാം. ഓക്കെ, പരിസര പഠനം ഭാഗം 2 ഇവിടെ ഉണ്ടോ നോക്കട്ടെ. കലകളുടെ നാട്. കല്ലായി കാറ്റായി കരുത് നാടിനെ അറിയാം അല്ല, ഇന്ത്യയിലൂടെ ഇല്ല, 1ാമത്തെ യൂണിറ്റില്ല. യെസ്, ഓക്കെ, നമുക്കെടുക്കാം. നിങ്ങളെ ഞാൻ കാണിച്ചു തരുവാണ് എങ്ങനെയാണ് ഈ ഒരു സാധനത്തിൻ്റെ യൂസേജ് എന്നാണെന്ന്. അപ്പോൾ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇത് യൂസ് ചെയ്യുന്നൊരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ നിങ്ങൾ ശരിക്കും ഇത് അതിശയിക്കും കേട്ടോ. കാരണം നമുക്ക് വേണ്ടതെല്ലാം തന്നെ ഇവൻ എടുത്തു തരും. നമുക്കങ്ങനെ വലിയ പാടൊന്നുമില്ല കേട്ടോ. പാർട്ട് 1 മലയാളം മീഡിയം. ഓക്കെ, നോക്കട്ടെ ഏതാ? 6ാം ക്ലാസ്സിലെയാണ്. ഓക്കെ, ഇതിൻ്റെ പാർട്ട് 1 ഇല്ല. യെസ്, ഇതിനകത്ത് കിടപ്പില്ലെന്ന് തോന്നുന്നു കേട്ടോ. മലയാളം, മാത്സ്, പരിസര പഠനം ഇതായിരിക്കും ചിലപ്പോൾ. ഓക്കെ,
കലകളുടെ നാട് യൂണിറ്റ് 5 കണ്ടോ. ഇത് നമ്മുടെ യൂണിറ്റ് 5ൻ്റെ അത് കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നലെ പഠിച്ച പാഠമാണ് കലകളുടെ നാട്. നമുക്ക് നോക്കാം. നമ്മൾ ഇതിനകത്ത് എന്ത് ചെയ്യുക, ഈ ChatGPT നമ്മൾ ഈ പറയുന്ന സാധനത്തെ നമ്മൾ PDF നമ്മൾ കയറ്റി വിടുക. കണ്ടോ, PDF നമ്മൾ കയറ്റി വിടുന്നു. ഇപ്പോൾ ഈ PDF ഇവിടെ റൺ ആയിക്കൊണ്ടിരിക്കും. അതിനുശേഷം നമ്മളിവിടെ എഴുതി കൊടുക്കുകയാണ് മേക്ക് 5 OMR questions ഫ്രം യൂണിറ്റ് 5 ഇൻ മലയാളം. നിങ്ങൾ പറയുന്ന ലാംഗ്വേജിൽ നമ്മൾ ഇതിന് കമാൻഡ് കൊടുത്താണ് നമ്മുടെ യൂണിറ്റ് 5ൽ നിന്നും എന്ത് ചെയ്യണം, നമ്മൾ 5 OMR ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഉണ്ടാക്കണം. കണ്ടോ, തന്നെ ഉണ്ടായി വരുന്നുണ്ടോ. നമ്മൾ അതിനെപ്പറ്റി ഒന്നും ചെയ്യണ്ട. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് തന്നിരിക്കുന്ന കാര്യങ്ങളെ അത് വായിച്ച് നമുക്ക് മലയാളത്തിൽ ഇതിനെപ്പറ്റിയുള്ള എന്ത് തരുവാണ്, റിവ്യൂ തരുവാണ് ചെയ്യുന്നത്. കണ്ടോ, ഓരോ കാര്യത്തെപ്പറ്റി നമുക്ക് യാതൊരു ടെൻഷനും അടിക്കേണ്ട കേട്ടോ. ഇതൊക്കെ നമ്മൾ ഉപയോഗിച്ച് പഠിക്കണം. ഈ പറയുന്ന ഓൺലൈനായിട്ടുള്ള സോഴ്സുകളെല്ലാം ഫ്രീയാണ് കേട്ടോ. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഫ്രീ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, യൂസ് ചെയ്ത് പഠിക്കണം. കാരണം നമ്മുടെ വർക്ക് പകുതി കുറയ്ക്കാൻ പറ്റും. ശരിയല്ലേ. നമുക്കറിയാം, നമ്മുടെ ഈ ഒരു പാഠമൊക്കെ നമ്മൾ പഠിപ്പിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഒബ്വിയസ്ലി പിള്ളേർക്ക് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ഉണ്ടാക്കണം അല്ലേ. നമ്മളെ സംബന്ധിച്ച് നല്ല പാടാണ്. ശരിയല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെയുള്ള സോഫ്റ്റ്വെയർ അത് ചുമ്മാ ഒന്ന് കയറ്റി വിട്ടാൽ മാത്രം മതി. നമുക്കുള്ള എന്ത് കിട്ടും, ആൻസേഴ്സും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസും എല്ലാം തന്നെ ഇവിടെ വരും. നമുക്കിനി നോക്കാം. ഇതിൻ്റെ ആൻസേഴ്സ് അറിയത്തില്ല, ആൻസേഴ്സ് ഫോർ ദി എബോവ് കേട്ടോ എന്ന് കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പോൾ കണ്ടോ, ഇതിന് വേണ്ട ആൻസേഴ്സ് എല്ലാം തന്നെ നമുക്കിവിടെ വരും. കണ്ടോ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടോ, തന്നെ ടൈപ്പ് ചെയ്ത് വരുന്നുണ്ടോ. നമ്മളൊന്നും ചെയ്യുന്നില്ല. കണ്ടോ, ഓട്ടോമാറ്റിക്കലി എല്ലാം പ്രോസസ്സായി വരുന്നുണ്ടോ. ഇതുപോലുള്ള സോഫ്റ്റ്വെയർസ് നിങ്ങൾ എന്ത് ചെയ്യണം, ഉപയോഗിച്ച് പഠിക്കും. നിങ്ങളെല്ലാം പഠിപ്പിക്കാം കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യണം, സ്കൂളിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ ഉപയോഗിച്ച് പഠിക്കണം. പക്ഷേ ഇവിടെ അടി അടിച്ചിട്ടുണ്ട്, ChatGPT ക്യാൻ മേക്ക് എറേഴ്സ്, ചെക്ക് ഇമ്പോർട്ടൻറ്റ് ഇൻഫോ. നമ്മൾ വലിയ കാര്യങ്ങളൊക്കെ പരീക്ഷയൊക്കെ നടത്തുവാണെങ്കിൽ നമ്മൾ ഒന്നുകൂടി ക്വസ്റ്റ്യൻ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് വേണം പ്രസൻറ്റ് ചെയ്യാനായിട്ട് കേട്ടോ. ആ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇതുണ്ടോ, നിങ്ങളുടെ ഉള്ള ക്വസ്റ്റ്യൻസ്, പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് ഇവിടുന്ന് കണ്ടോ. ഇവിടെ നിന്ന് കണ്ടാൽ മനസ്സിലാവുന്നുണ്ട്. DLEDൻ്റെ മാത്സ് ടീച്ചിങ്, MCQ ക്വസ്റ്റ്യൻ ക്രിയേഷൻസ്, ഇംഗ്ലീഷിൻ്റെ ടെക്സ്റ്റ് ബുക്കിൻ്റെ സമ്മറി, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റും. നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഫോൺ എടുക്കുക, ഗൂഗിൾ കയറുക, ChatGPT അടിക്കുക, നമ്മുടെ മെയിൽ ID വെച്ച് സൈൻ ഇൻ ചെയ്യുക. അത്രയും ചെയ്താൽ മാത്രം മതി കേട്ടോ. കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഇതുപോലുള്ള PDF ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ടത് നമുക്ക് 10 വട്ടേഴ്സ് പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കൂടുതൽ PDF അപ്ലോഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് സൈൻ ഔട്ട് ചെയ്യുക, വേറൊരു അക്കൗണ്ടിൽ നിന്ന് കയറുക കേട്ടോ. 2.5 മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യണം, പരീക്ഷയ്ക്ക് വരുവാണ്. ഇപ്പം നമ്മളോട് ചോദിക്കുകയാണ് ഈ ഒരു പാഠത്തിൽ നിന്ന്, ഇപ്പം നമ്മുടെ ഈ 5ാമത്തെ പാഠത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു 1ാമത്തെ യൂണിറ്റ് നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് ഒരു 25 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടാക്കണം. പിള്ളേർക്ക് വേണ്ടി ഉണ്ടാക്കണം. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, മേക്ക് 25 മാർക്ക് ക്വസ്റ്റ്യൻസ് ഫ്രം യൂണിറ്റ് 1 എന്ന് പറഞ്ഞു കൊടുക്കുക. 1ാമത്തെ യൂണിറ്റിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുവാണ്, ഒരു 25 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവരിപ്പോൾ ഉണ്ടാക്കി നമ്മുടെ തരും. കണ്ടോ, 1ാമത്തെ യൂണിറ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മളോട് വരുന്ന ചോദ്യങ്ങളുണ്ടോ, അവർ തന്നെ ഉണ്ടാക്കി തരും. കണ്ടോ, ഓരോരോ കാര്യങ്ങൾ നമുക്ക് തന്നെ എഴുതിത്തരും. ഇത് വലിയ വലിയ ക്വസ്റ്റ്യൻസ് ആണ്, നമുക്ക് ചോദിക്കുകയാണ്. ഇപ്പം നമുക്കറിയാം, നമ്മൾ തയ്യാറാക്കുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ്, നമുക്ക് ആവറേജ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, എബോ ആവറേജ് ഉണ്ട്, ടഫ് ഉണ്ട്, മീഡിയം ഉണ്ട് അല്ലേ. ആ ഒരു രീതിയിലാണല്ലോ ഇത് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരും കേട്ടോ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കാണ്ട് പഠിക്കണം. നമ്മൾ പറഞ്ഞ എന്താണ്, നമ്മുടെ ഈ പറഞ്ഞ പാരഗ്രാഫ് സൊല്യൂഷൻ ഇവിടെ തന്നെ നിങ്ങൾ അടിച്ചു കൊടുത്താൽ മതി. എന്ത് ചെയ്യണം, ജസ്റ്റ് നിങ്ങൾ ക്രോമിൽ കയറുക, ജസ്റ്റ് ChatGPT അടിക്കുക, ലോഗിൻ ചെയ്യുക, സ്റ്റാർട്ട് നൗ കൊടുക്കുക, ഇങ്ങോട്ട് എഴുതി വെക്കണം, മേക്ക് എ സിമ്പിൾ സ്റ്റോറി, ഓക്കെ, സിമ്പിൾ സ്റ്റോറി ആൻഡ് മേക്ക് 5 OMR ക്വസ്റ്റ്യൻസ് ഫ്രം ഇറ്റ്. ഇപ്പോൾ നമ്മളോട് എന്ത് ചെയ്യുക, അത് ഒരു ചെറിയ സ്റ്റോറി തരും. അതിനുശേഷം നമുക്കൊരു 5 OMR ക്വസ്റ്റ്യൻസ് ആ ഒരു സ്റ്റോറിയും തന്നെ നമുക്ക് ഓപ്പൺ ആയിട്ട് തരും. കണ്ടോ, നമുക്കൊരു സ്റ്റോറി അത് തരുന്നുണ്ട്. നമ്മൾ പറഞ്ഞ പാറ്റേണിലൊന്ന് ചെയ്തു നോക്കിയേ. നമ്മൾ ആദ്യം വായിക്കേണ്ട എന്താണ്, ക്വസ്റ്റ്യനാണ് പോയി വായിക്കേണ്ടത്. അതുകൊണ്ട് ഇങ്ങനെ നിങ്ങൾ ഡെയിലി അപ്ഡേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സ്പീഡ് നിങ്ങൾക്ക് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നാളെ തൊട്ട് നിങ്ങൾ തന്നെ ചെയ്യുമെന്ന് പറഞ്ഞില്ലേ. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ ഒരു സൈറ്റിൽ കയറുക,
എന്തെങ്കിലും ഒരു പാരഗ്രാഫ് തരാൻ പറയുക, അവിടെ നിന്ന് ഒരു 5 OMR ടൈപ്പ് ക്വസ്റ്റ്യൻസ് തരാൻ പറയുക. ഇതൊന്നും നമുക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് റാൻഡമായിട്ട് കിട്ടിയതാണ്, നമുക്ക് ആർക്കും അറിയാത്തൊരു പാരഗ്രാഫാണ്. നോക്കി എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ നോക്കി. നമ്മൾ ക്വസ്റ്റ്യൻസ് ആദ്യം വായിക്കാൻ പോകും നമ്മൾ ഈ പറഞ്ഞ രീതിയിലൂടെ. നോക്കി, വാട്ട് ഡിഡ് സാം എൻജോയ് ഡൂയിങ് എവരി ഡേ എന്ന് പറഞ്ഞാൽ എന്നാ, സാം എന്താണ് എല്ലാ ദിവസവും ആനന്ദത്തോട് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരുന്നത്. അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, വാട്ട് ആനിമൽ ഡിഡ് സാം ഹെൽപ്പ് ഇൻ ദി സ്റ്റോറി, ഏത് ആനിമലിനെയാണ് സാം ഈ സ്റ്റോറിയിൽ സഹായിച്ചത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, ഹൗ ഡിഡ് സാം ഹെൽപ്പ് ദി റാബിറ്റ്, എങ്ങനെയാണ് സാം അവൻ കണ്ട റാബിറ്റിനെ, മുയലിനെ സഹായിച്ചത്. അടുത്തത്, വാട്ട് ഡിഡ് ദി റാബിറ്റ് ബ്രിങ് ടു സാം നെക്സ്റ്റ് ഡേ, അടുത്ത ദിവസം റാബിറ്റ് എന്താണ് സാമിന് കൊണ്ട് കൊടുത്തത്. അടുത്തത്, വാട്ട് ഡിഡ് സാം ഡു വിത്ത് ദി കോയിൻ, സാം ആ കോയിൻ വെച്ച് എന്താണ് ചെയ്തത്. ഇത്രയും കാര്യങ്ങൾ മാത്രം നമ്മൾ നോക്കി വെച്ചാൽ മതി. നമുക്ക് മനസ്സിലായി സാമും ഒരു റാബിറ്റും ഒക്കെ ഈ കഥയിലുണ്ടെന്ന് ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടി, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കുവാണ്. സാം ഡെയിലി ചെയ്ത കാര്യങ്ങൾ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. സാം ആരെയാണ് സഹായിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കി, ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഉത്തരം ചെയ്യാം, ഇല്ലേ? ആരെയായിരിക്കും സഹായിച്ചത്? ആരെയായിരിക്കും സഹായിച്ചത്? ബേഡിനെയാണോ, സ്ക്വറലിനെയാണോ, റാബിറ്റിനെയാണോ, ഫോക്സിനെയാണോ? രണ്ടാമത്തിന് ഉത്തരം ചിലപ്പോൾ നമുക്ക് അവിടുന്ന് തന്നെ കിട്ടും. ആരെയായിരിക്കും? കണ്ടോ, റാബിറ്റിൻ്റെ കാര്യമാണ് കൂടുതലായിട്ട് ഈ ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നത്. അപ്പോൾ റാബിറ്റിനെ ആയിരിക്കും മേ ബി അവൻ സഹായിച്ചത്. കണ്ടോ, ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അപ്പോഴേ കിട്ടി, പാരഗ്രാഫ് പോലും വായിക്കാൻ നമുക്ക് കിട്ടി. അടുത്ത നോക്കിയേ, ഹൗ ഡിഡ് സാം ഹെൽപ്പ് ദി റാബിറ്റ്, റാബിറ്റിനെ എങ്ങനെയാണ് സാം സഹായിച്ചത്? റാബിറ്റ് എന്താണ് സാമിന് കൊണ്ട് കൊടുത്തത്? സാം ആ കോയിൻ എന്താണ് ചെയ്തത്? നമുക്കിനി പാരഗ്രാഫ് ഒരു 2 തവണ വായിച്ചു നോക്കാം. നോക്കി, വൺസ് അപ്പോൺ എ ടൈം there was a boy named Sam who loved animals. Every day, Sam would visit the nearby forest to feed the animals, feed the birds and squirrels. One morning, Sam noticed a small rabbit trapped in a bush. Feeling sorry for the rabbit, he carefully freed it. A rabbit looked at Sam gratefully and hopped away. The next day, Sam returned to the forest and the same rabbit appeared with a shiny small object in his mouth. He dropped the object in front of Sam. Surprised, Sam picked it up and saw it was a golden coin. The rabbit then hopped back into the forest, leaving the Sam in awe. He took the coin home and placed it to his shelf as a remember of his kind act. എല്ലാം മനസ്സിലായോ? നല്ലൊരു കഥയല്ലേ അല്ലേ? ഒറ്റ തവണ വായിച്ചപ്പോൾ തന്നെ മനസ്സിലായി ഇല്ലേ? എല്ലാ ഐഡിയ കിട്ടിയോ? എന്താണ് ഈ കഥ പറയുന്നത്? സാം എന്ത് ചെയ്യാനായിട്ട് പോയി? സാം എന്ന് പറഞ്ഞ കുട്ടി നമ്മുടെ ആനിമൽസിനെ എല്ലാം സഹായിക്കുന്ന, അല്ലെങ്കിൽ ആനിമൽസിനെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയായിരുന്നു. ഒരു ദിവസം സാം എന്ത് ചെയ്തു? അവൻ്റെ അടുത്തുള്ള ഒരു കാട്ടിൽ നമ്മുടെ സ്ക്വയറൽസിനെ, അതായത് അണ്ണാനെയും അതുപോലെ തന്നെ ബേഡ്സിനെയും ഒക്കെ ഫീഡ് ചെയ്യാൻ, ഭക്ഷണം കൊടുക്കാനായിട്ട് പോയപ്പോൾ എന്ത് കണ്ടവൻ? ഒരു മുയൽ ട്രാപ്പായി കിടക്കുന്നത്, ഒരു ബുഷിൽ ട്രാപ്പായി കിടക്കുന്നത് അവൻ കണ്ടു. അവൻ എന്ത് ചെയ്തു? അവൻ ആ റാബിറ്റിനോട് ദയ തോന്നി അതിനെ സഹായിച്ച് അഴിച്ചു വിട്ടു. അടുത്ത ദിവസം അവന് ആ ഫോറസ്റ്റിലേക്ക് പോയപ്പോൾ ആ റാബിറ്റ് അവൻ്റെ മുമ്പിൽ ഒരു തിളങ്ങുന്ന മനോഹരമായ ഒരു ഒബ്ജക്റ്റും അത് കടിച്ചുകൊണ്ട് അവൻ്റെ മുൻപിലേക്ക് വന്നു. എന്നിട്ട് എന്ത് ചെയ്തു? അതിട്ടിട്ട് അത് അവിടുന്ന് പോയി. സാം അത് എടുത്തു നോക്കി, അത് എന്തായിരുന്നു? ഒരു ഗോൾഡ് കോയിൻ ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ സാം അത് എന്ത് ചെയ്തു? അതും എടുത്തുകൊണ്ട് വീട്ടിൽ അവൻ്റെ ഷെൽഫിൽ അവൻ്റെ ആ ഒരു കൈൻഡ് ആക്റ്റിനുമായിട്ട് ഓർമ്മയ്ക്കായിട്ട് അവൻ എന്ത് ചെയ്തു? സൂക്ഷിച്ചു. ഇത്രയേ ഉള്ളൂ കഥ. ഇനി ഒന്ന് വന്ന് ക്വസ്റ്റ്യൻ വായിച്ച് ചെയ്തു നോക്കിയേ. വാട്ട് ഡിഡ് സാം എൻജോയ് ഡൂയിങ് എവരി ഡേ, സാം എന്തായിരുന്നു ചെയ്യാനായിട്ട് ആഗ്രഹിച്ചിരുന്നത്? സ്വിമ്മിങ് ദി റിവർ ആണോ? പ്ലേയിങ് ദി പാർക്കാണോ? വിസിറ്റിംഗ് ദി ഫോറസ്റ്റ് ടു ഫീഡ് ആനിമൽ ആണോ? റൈഡിങ് ഹിസ് ബൈസൈക്കിൾ ആണോ? ഏതാണ്? ഐഡിയ കിട്ടിയില്ല, ഏതാ? വിസിറ്റിംഗ് ദി ഫോറസ്റ്റ് ടു ഫീഡ് ആനിമൽ ഇല്ലേ? ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസറായിട്ട് വരേണ്ടത്. അടുത്തത്, വാട്ട് ആനിമൽ ഡിഡ് സാം ഹെൽപ്പ് ഇൻ എ സ്റ്റോറി. നമ്മൾ സ്റ്റോറി വായിക്കാതെ തന്നെ ഉത്തരത്തിലേക്ക് നമ്മൾ പോയായിരുന്നു. ആരായിരുന്നു? എ റാബിറ്റ് അല്ലേ? അടുത്തത്, ഹൗ ഡിഡ് സാം ഹെൽപ്പ് ദി റാബിറ്റ്. എങ്ങനെയാണ് സാം ആ റാബിറ്റിനെ ഹെൽപ്പ് ചെയ്തത്? എന്താണ്? ബൈ ഫ്രീയിങ് ഫ്രം എ ട്രാപ്പ്, ഒരു ട്രാപ്പിൽ നിന്ന് അതിനെ രക്ഷിച്ച്. ഇനിയും വാട്ട് ഡിഡ് ദി റാബിറ്റ് ബ്രിങ് ദി സാം ദി നെക്സ്റ്റ് ഡേ. എന്തായിരുന്നു? എ ഗോൾഡൻ കോയിൻ. അടുത്തത് നോക്കിയേ, വാട്ട് ഡിഡ് സാം ഡു വിത്ത് ദി കോയിൻ. അവൻ എന്ത് ചെയ്തു?
നമ്മുടെ ഹി പ്ലേസ് ഇറ്റ് ഓൺ ദി ഷെൽഫ്. കണ്ടോ, ഉത്തരം പെട്ടെന്നായില്ലേ? കണ്ടോ എന്ത് പെട്ടെന്ന് നമ്മൾ സോൾവ് ചെയ്തു. ഐഡിയ കിട്ടിയോ? ഇതിൻ്റെ ആൻസേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആൻസേഴ്സ് ഇവർ അടിച്ചു തരും. ഇവർ തന്നെ അടിച്ചു തരും. കണ്ടോ, ഒന്നാമത്തെ ആൻസർ നമ്മൾ പറഞ്ഞത് ശരിയാണ്, രണ്ടാമത്തെ ആൻസർ ശരിയാണ്, മൂന്നാമത്തെ ആൻസർ ശരിയാണ്, നാലാമത്തെ ആൻസറും ശരിയാണ്, അഞ്ചാമത്തെ ആൻസറും ശരിയാണ്. കണ്ടോ, ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ആൻസേഴ്സ് അടിച്ച് ചെക്ക് ചെയ്യണം. പറഞ്ഞാൽ മനസ്സിലായോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്? ഐഡിയ കിട്ടിയോ? ഐഡിയ കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? കിട്ടിയവരെല്ലാം ഒരു നമ്മുടെ ഈ സിമ്പിൾ ഇല്ലേ ഇതിനകത്ത്, ഒരു ഡീൽ സൈൻ ഇല്ലേ, അതൊന്ന് ഇട്ട് കാണിച്ചേ. ഈ ഒരു സാധനമില്ലേ? ഐഡിയ കിട്ടിയോ എന്താ ചെയ്യേണ്ടതെന്ന്? ഓക്കെ, കിട്ടിയോ? എളുപ്പമല്ലേ ചെയ്യാനായിട്ട്? ഇങ്ങനെ നിങ്ങൾ ആദ്യം സിമ്പിൾ പാരഗ്രാഫ് ഡെയിലി സോൾവ് ചെയ്യണം. അതിനുശേഷം നിങ്ങൾ വലിയ വലിയ പാരഗ്രാഫിലേക്ക് നീങ്ങണം. മനസ്സിലായോ? ഐഡിയ കിട്ടിയോ? എളുപ്പമല്ലേ? നമുക്ക് വേണമെങ്കിൽ അടുത്തൊരെണ്ണം കൊടുക്കാം. മേക്ക് അനദർ. ഓക്കെ, അനദർ പാരഗ്രാഫ്. കണ്ടോ, നമ്മളൊരു 3 മിനിറ്റ് 4 മിനിറ്റ് കൊണ്ട് നമ്മൾ ചെയ്തെടുത്തു. ശരിയല്ലേ? ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? ഇതുപോലുള്ള ഷോർട്ട് സ്റ്റോറീസ് നിങ്ങൾ കൊടുക്കണം. നമ്മൾ പഠിപ്പിക്കുന്ന പിള്ളേർക്കാണെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇത് വേറൊരു പാരഗ്രാഫാണ്. നോക്കിക്കേ, ക്വസ്റ്റ്യനും വന്നു, ആൻസറും വന്നു. കണ്ടോ, താൻ ഓട്ടോമാറ്റിക്കലി അവൻ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞോട്ടെ, അവൻ തന്നെ ടൈപ്പ് ചെയ്യുവാണ്. ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കേട്ടോ. നമ്മൾ എത്രയൊന്നുമില്ല, നമ്പർ ഓഫ് പാരഗ്രാഫ്സ് നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും കേട്ടോ. എത്ര ഒന്നുമില്ല, എത്ര വേണേലും നിങ്ങൾക്ക് ഇതുപോലെ എടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്ന് വൈകിട്ട് മുതൽ ഇതുപോലുള്ള പാരഗ്രാഫ് എന്ത് ചെയ്യണം? ഇതുപോലുള്ള സോഫ്റ്റ്വെയറിൽ വന്നിട്ട് അടിക്കണം. അടിച്ചതിന് ശേഷം പോയി ടൈപ്പ് ചെയ്യണം. ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള പാരഗ്രാഫ് കിട്ടും. മനസ്സിലായോ? അല്ല, നിങ്ങൾ വാട്സാപ്പില്ലേ ഈ സാധനം ഉപയോഗിക്കാനായിട്ട് നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ, നിങ്ങളുടെ വാട്സാപ്പില്ലേ, നിങ്ങളെല്ലാം വാട്സാപ്പ് ഉപയോഗിക്കുന്നവരല്ലേ അല്ലേ? നിങ്ങളുടെ പുതിയ അപ്ഡേറ്റിനകത്ത് നിങ്ങൾക്കൊരു മേലെ ഒരു നീല വട്ടം വന്നായിരുന്നോ? വന്നായിരുന്നോ? എന്തേ, ആർക്കെങ്കിലും വന്നായിരുന്നോ? നീല ഒരു വട്ടം മുകളിൽ വന്നു. ഓക്കെ, അതെന്തിനാ ഉപയോഗിക്കുന്നത് അറിയാമോ? ആ സാധനം എന്നാത്തിനാണെന്നറിയാവോ? അറിയത്തില്ലേ? നിങ്ങളാരെല്ലാം ഉപയോഗിച്ചോ? അതിൻ്റെ പേരെന്നാണെന്നറിയാവോ? മീറ്റ എ എന്ന് പറയും കേട്ടോ. മീറ്റ എ എന്ന് പറയും. അതെന്തിനാ ഉപയോഗിക്കുന്നറിയാവോ? അതെന്തിനാ ഉപയോഗിക്കുന്നറിയാവോ? കാണിച്ചു തരാം കേട്ടോ. ഇത് ഉപയോഗിക്കാൻ അറിയത്തില്ല, നിങ്ങൾക്ക് അതിൻ്റെ അകത്താണെങ്കിലും കയറി യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ കാണിച്ചു തരാം. കാരണം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. ആസ് എ ടീച്ചർ അപ്ഡേറ്റ് ആകുന്ന ലോകത്ത് നമ്മൾ അപ്ഡേറ്റ് ആയിട്ട് തന്നെ ജീവിക്കണം. അല്ലെങ്കിൽ ആരും നമ്മളെ വകുക്കത്തില്ല കേട്ടോ. ഒരു മനുഷ്യൻ പോലും വകുക്കത്തില്ല. ഇപ്പോഴും നമ്മൾ പേപ്പറും പേന എടുത്തുകൊണ്ട് നടക്കുവാണെങ്കിൽ ഇതൊന്നും ഇൻ്റർവ്യൂവിന് പോയാലും നിങ്ങളോട് ചോദിക്കും, നിങ്ങൾക്ക് എത്രമാത്രം അറിവ് ഇതിനകത്തുണ്ട്? നിങ്ങളെല്ലാം നോക്കി വെച്ചോ. നിങ്ങൾ ഏത് സ്കൂളിൽ ഇൻ്റർവ്യൂവിന് പോയാലും, ഗവൺമെൻറ് സ്കൂളിലായിക്കോട്ടെ, ഏത് സ്കൂളിലായിക്കോട്ടെ, ഏത് സ്കൂൾ CBSE സ്കൂളിലാണെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് പോകണമെങ്കിൽ അവർ ചോദിക്കും കമ്പ്യൂട്ടറിലുള്ള ഗ്രാഹ്യം എത്രമാത്രമുണ്ട്. ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ അവർ പറയും പ്ലേസ് ഔട്ട് സൈഡ്, പൊക്കോളം പറയും കേട്ടോ. വഴിക്കാൻ പൊക്കോളം പറയും. അല്ലെങ്കിൽ നിങ്ങളുടെ CV ചെക്ക് ചെയ്യുമ്പോഴേ മനസ്സിലാവും എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നമെന്ന് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതിനകത്ത് ഇത് നമുക്ക് ഈ സെയിം സാധനം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. നോക്കി, നമുക്ക് രണ്ടാമത്തെ ഒരു സ്റ്റോറി വന്നു. ജസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് ആദ്യം വായിച്ചു നോക്കാം. ഓക്കെ, വാട്ട് വാസ് ലില്ലീസ് ഫേവറേറ്റ് ഹോബി? ലില്ലിയുടെ ഫേവറേറ്റ് ഹോബി എന്തായിരുന്നു? പെട്ടെന്ന് നമുക്ക് കിട്ടും. ഓക്കെ, വാട്ട് ഡിഡ് ലില്ലി ഫൈൻഡ് വൈൽ ഡിഗിങ് ദി സോയിൽ? അവൾ സോയിൽ കുഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൾക്ക് എന്താണ് കിട്ടിയത്? വാട്ട് വാസ് ഇൻസൈഡ് ദി വുഡൻ ബോക്സ്? അവൾക്കൊരു ബോക്സാണ് കിട്ടിയെന്ന് ഇവിടെ തന്നെ ഉണ്ട്. കണ്ടോ ഈ രണ്ടാമത്തെ ആൻസർ ഉണ്ട്. ഇപ്പോൾ വുഡൻ ബോക്സിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൾക്ക് കുഴിച്ചപ്പോൾ കിട്ടിയത് എന്തായിരിക്കും? ഒബ്വിയസ്ലി വുഡൻ ബോക്സ് ആയിരിക്കും. ശരിയല്ലേ? അപ്പോൾ വാട്ട് വാസ് ഇൻസൈഡ് ദി വുഡൻ ബോക്സ്? ആ വുഡൻ ബോക്സിനുള്ളിൽ എന്തായിരിക്കും? അടുത്തത്, വാട്ട് വാസ് സ്പെഷ്യൽ അബൌട്ട് ദി ഫ്ലവേഴ്സ് ദാറ്റ് ഗ്രൂ ഫ്രം സീഡ്സ്? അവിടുന്ന് കിളുത്തുണ്ടായ, എനിക്ക് തോന്നുന്നു ആ പെട്ടിക്കകത്തുനിന്ന് വല്ല ഫ്ലവേഴ്സ്, ഒരു സീഡ് വല്ല അവർക്ക് കിട്ടിക്കാണും. ആ സീഡ് ഉണ്ടാകുമ്പോൾ അതിന് എന്തെങ്കിലും പ്രത്യേകത കാണും അല്ലേ? വാട്ട് വാസ് സ്പെഷ്യൽ അബൌട്ട് ദി ഫ്ലവേഴ്സ് ദാറ്റ് ഗ്രൂ ഫ്രം സീഡ്? ആ ഉണ്ടായ സീഡിന് എന്താണ്, അല്ലെങ്കിൽ ആ ഉണ്ടായ ഫ്ലവേഴ്സിന് എന്താണ് പ്രത്യേകത ഉണ്ടായിരുന്നത്? ഹൗ ഡിഡ് ദി നെയ്ബേഴ്സ് റിയാക്ട് ടു ദി ഗ്ലോയിങ് ഗാർഡൻ? അപ്പോൾ ആ പൂക്കൾ എന്ത് ചെയ്യുമായിരിക്കും? നല്ലപോലെ ഗ്ലോ ചെയ്ത് നിൽക്കുമായിരിക്കും. കണ്ടോ, ഇതിൻ്റെ ഉത്തരങ്ങളെല്ലാം മുകളിൽ തന്നെയുണ്ട്. കണ്ടോ, നമ്മുടെ ചിന്താശേഷിയും എന്ത് ചെയ്യും? ഉയരും. നിങ്ങൾ നോക്കി, ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ തൊട്ട് മേളത്തിനകത്ത് കാണും. കണ്ടോ, ദേ വെയർ ഗ്ലോയിങ്. ഉണ്ടായ പൂവെല്ലാം കത്തി ജ്വലിച്ച് നിൽക്കുന്ന പോലെ നല്ല തിളക്കമുള്ള പൂക്കളായിരിക്കും. പൂക്കൾ കിട്ടണമെങ്കിൽ അതിൻ്റെ അകത്ത് നിന്ന് കിട്ടും? മിസ്റ്റീരിയസ് സീഡ്സ് ആയിരിക്കും കിട്ടിയത്. അപ്പം എന്തായിരിക്കും അവൻ കുഴിച്ചപ്പോൾ കിട്ടിയത്? വുഡൻ ബ്ലോക്സ് ആയിരിക്കും കിട്ടിയത്. അപ്പം നോക്കിയേ, ഇതെല്ലാം ചെയ്യണമെങ്കിൽ അവളുടെ ഫേവറേറ്റ് ഹോബി തന്നെ ആയിരിക്കും ഒബ്വിയസ്ലി ഗാർഡനിങ് ആയിരിക്കണം. കണ്ടോ, ഇതെല്ലാം നമ്മുടെ അസംഷനാണ്. കണ്ടോ, ഒരു ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ തന്നെ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടിയില്ലേ? ഇതെല്ലാം നമ്മളൊന്ന് പ്രൂവ് ചെയ്ത് മാത്രം ആ പാരഗ്രാഫ് ഒന്ന് എടുത്ത് മാത്രം ചെയ്താൽ മതി അല്ലേ? എന്നാ നോക്കിയേ, പാരഗ്രാഫ് വായിക്കാം. ലില്ലി ലവ്ഡ് ഗാർഡനിങ്. ശരിയാ,
കണ്ടോ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ എന്നാ വാട്ട് വാസ് ലില്ലീസ് ഫേവറേറ്റ് ഹോബി ഗാർഡനിങ്. കണ്ടോ നമ്മൾ പാരഗ്രാഫ് വായിക്കാതെ തന്നെ ഉത്തരത്തിലേക്ക് വന്നു. കണ്ടോ ഐഡിയ കിട്ടിയോ? പടപടയെന്ന് കിട്ടുന്നത് കണ്ടോ? ഇങ്ങനെയുള്ള പാരഗ്രാഫ് നിങ്ങൾ ഡെയിലി സോൾവ് ചെയ്യണം. ഇന്ന് തൊട്ട് ഡെയിലി സോൾവ് ചെയ്യണം കേട്ടോ. ഇത് നിങ്ങൾക്ക് മലയാളത്തിലും ഇംഗ്ലീഷിനും നിങ്ങളെ ഉപകരിക്കും കേട്ടോ. മലയാളത്തിനും ഇംഗ്ലീഷിനും നിങ്ങൾക്ക് ഉപകരിക്കാൻ പറ്റുന്നതാണ് ഈ പറയുന്ന പാരഗ്രാഫുകൾ. തന്നെയല്ല നമ്മുടെ കോൺജുഗേറ്റീവ് ഡെവലപ്മെൻറ്റ് കൂടുതലായിട്ട് പ്രവർത്തിക്കും കണ്ടോ. ഈ പാരഗ്രാഫ് വായിക്കാതെ നമ്മൾ ഈ കണ്ട ഉത്തരങ്ങളെല്ലാം നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ചിന്തിക്കണം, ഇവിടെ ഞാൻ ചോദിച്ചത് ഇവിടെ എന്നാ ചോദിച്ചത് എന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ച് ഇപ്പോഴേ ഒരു പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന പരീക്ഷയിൽ ഇതുപോലുള്ള ടിപ്പും ട്രിക്സും ഒക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അടുത്തേക്ക് ലില്ലി ലൗഡ് ഗാർഡനിങ്. ഒന്നാമത്തെ ഉത്തരം ഗാർഡനിങ് ആയിരിക്കും കണ്ടോ. അടുത്തത് എവറി ആഫ്റ്റർനൂൺ ഷീ വുഡ് സ്പെൻഡ് ഹവേഴ്സ് ഇൻ ഹെർ ബാക്ക് യാർഡ് പ്ലാന്റിങ് ഫ്ലവേഴ്സ് ആൻഡ് വാട്ടറിങ് ദി പ്ലാന്റ്സ്. വൺ ഡേ while digging the soil, Lily found a small wooden box buried in the ground. Curious, she opened and discovered a handful of Khaver's mysterious seed inside. Excited, she planted the trees in her garden. Within days, the seeds grew in beautiful, glowing flowers that she had never seen before. They lit up the garden at night, making it look magical. Neighbors started visiting Lily's house just to see the glowing garden. Lily was thrilled and realized that her love for gardening and brought something truly special into the world. കണ്ടോ കഥ മനസ്സിലായോ? ലില്ലിക്ക് ഗാർഡനിങ് ഭയങ്കര ഇഷ്ടമായിരുന്നു. നമ്മൾ രണ്ട് തവണ വായിക്കാനാണ് പറഞ്ഞത്. നമ്മൾ ഒരു തവണ വായിച്ചപ്പോൾ നമുക്ക് ഐഡിയ കിട്ടി. കിട്ടാത്തവരുണ്ടെങ്കിൽ 2 തവണ വായിച്ചു നോക്കണം അല്ലേ. നോക്കിയേ, ലില്ലിക്ക് ഗാർഡനിങ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു ദിവസം അല്ലെങ്കിൽ എല്ലാ ദിവസവും അവൾ എന്ത് ചെയ്യും? ഉച്ച കഴിഞ്ഞതിന് ശേഷം അവളുടെ പിന്നാമ്പുറത്ത് അവൾ എന്ത് ചെയ്യാറുണ്ട്? പ്ലാന്റ്സ് നടുകയും നമ്മൾ ചെടിക്ക് വെള്ളം ഒഴിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഒരു ദിവസം അവൾ മണ്ണ് കുഴിച്ചപ്പോൾ അവൾക്ക് എന്നാ കിട്ടി? ചെറിയൊരു വുഡൻ ബ്ലോക്സ് കിട്ടി. അവൾ സർപ്രൈസ് ആയിട്ട് അത് തുറന്നു നോക്കി. അതിൻ്റെ അകത്ത് എന്തായിരുന്നു? ചില മിസ്റ്റീരിയസ് ആയിട്ടുള്ള സീഡ് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. അവൾ എക്സൈറ്റഡ് ആയിട്ട് തന്നെ അവൾ എന്ത് ചെയ്തു? അത് അവളുടെ ഗാർഡനിൽ, അവളുടെ പൂന്തോട്ടത്തിൽ അവൾ എന്ത് ചെയ്തു? അവളത് കുഴിച്ചിട്ടു. ദിവസങ്ങൾക്കകം ആ സീഡ്സ് എന്ത് ചെയ്തു? കിളുത്ത് വന്നു. അതിനെ ഉണ്ടാവുന്ന ഓരോ ഫ്ലവേഴ്സും അവൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്ര മനോഹരമായിരുന്നു. കാരണം അത് അതുപോലെ ഗ്ലോയിങ് ആയിരുന്നു. അത് രാത്രിയാണെങ്കിലും ആ ഫ്ലവേഴ്സ് എന്ത് ചെയ്യും? ഗ്ലോ ചെയ്ത് ഇങ്ങനെ ലൈറ്റ് കത്തി നിൽക്കുന്ന പോലെ അവളുടെ ഗാർഡനിൽ ഇങ്ങനെ കത്തി നിൽക്കും. അപ്പോൾ എന്ത് ചെയ്തു? നെയ്ബേഴ്സും അയൽവാസികളെല്ലാം വന്ന് നോക്കാൻ നോക്കി. എന്താണിവിടെ തിളങ്ങുന്നത്? ലില്ലിക്ക് ഭയങ്കര സന്തോഷമായി. അവൾ ത്രില്ലടിച്ചു. വളരെ സന്തോഷത്തോടെ അവൾ മനസ്സിലേക്ക് അവൾ ഓർത്തെടുത്തു, ഈ ലോകത്തിൽ ഞാൻ എന്തോ സ്പെഷ്യലായിട്ട് ചെയ്യുന്നുണ്ട് എന്ന് ഈ ഗാർഡൻ വഴി. ആ ഒരു കഥയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നോക്കിയേ, വാട്ട് വാസ് ലില്ലീസ് ഫേവറേറ്റ് ഹോബി? നമ്മൾ നേരത്തെ പറഞ്ഞു ഗാർഡനിങ്. ഹൗ ഡിഡ് ലില്ലി ഫൈൻഡ് വൈൽ ഡിഗിങ് ദി സോയിൽ? ഒരു വുഡൻ ബോക്സ് അവൾക്ക് കിട്ടി. അടുത്തത് വാട്ട് വാസ് ഇൻസൈഡ് ദി ബോക്സ്? എന്തായിരുന്നു? മിസ്റ്റീരിയസ് സീഡ്സ്. അടുത്തത് വാട്ട് വാസ് സ്പെഷ്യൽ അബൌട്ട് ദി ഫ്ലവേഴ്സ് ദാറ്റ് ഗ്രൂ ഫ്രം ദി സീഡ്? എന്തായിരുന്നു അതിന് പ്രത്യേകത? ദേ വെയർ ഗ്ലോയിങ്, അത് നല്ലപോലെ തിളങ്ങുന്നുണ്ടായിരുന്നു. ഇനിയും ഹൗ ഡിഡ് ദി നെയ്ബേഴ്സ് റിയാക്ട് ദി ഗ്ലോയിങ് ഗാർഡൻ? അവർ എങ്ങനെയാണ് ആ ഒരു ഗ്ലോയിങ് ഗാർഡനെ റിയാക്ട് ചെയ്തത്? ദേ വിസിറ്റഡ് ദി ലില്ലീസ് ഹൗസ് ടു സീറ്റ്. ശരിയാണെന്ന് നോക്കാണ്ട് എന്ത് ചെയ്യണം? ആൻസേഴ്സ് എന്ന് അടിച്ചാൽ മതി. ആൻസേഴ്സ് ഇവിടെ തെളിഞ്ഞു വരും കേട്ടോ. ഒന്നാമത്തെ ആൻസർ, രണ്ടാമത്തെ ആൻസർ, മൂന്നാമത്തെ ആൻസർ, നാലാമത്തെ ആൻസർ, അഞ്ചാമത്തെ ആൻസർ ശരിയാണ്. ശരിയല്ലേ? നമുക്ക് ഫുൾ മാർക്ക് കിട്ടിയില്ലേ? എളുപ്പമല്ലേ? ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പാരഗ്രാഫ് ഒരു മാസമോളം ചെയ്ത് നോക്കണം കേട്ടോ. ഇഷ്ടം പോലെ പാരഗ്രാഫിൻ്റെ അകത്ത് കിട്ടും. യാതൊരു ഒരു നമ്മൾ പറയത്തില്ല, യാതൊരു പഞ്ഞവും ഇതിൻ്റെ അകത്തില്ല കേട്ടോ. മലയാളത്തിൽ പറഞ്ഞാൽ യാതൊരു പ്രശ്നവും ഇതിൻ്റെ അകത്തില്ല. നിങ്ങൾക്ക് ഇഷ്ടം പോലെ പാരഗ്രാഫിൻ്റെ അകത്തുനിന്ന് കിട്ടും കേട്ടോ. ഡെയിലി ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യണം. ഒരെണ്ണം വെച്ച്, 2 ചെയ്യാൻ പറ്റുന്നവർ 2 ചെയ്യുക. ഒരെണ്ണം ചെയ്യാവുന്നവർ നിർബന്ധമായിട്ടും കേട്ടോ. ഫ്രീ ടൈം ഒക്കെ കിട്ടുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കണം. നല്ലതല്ലേ ചെയ്ത് നോക്കാണ്ട്? നമുക്കൊരു ഇൻട്രസ്റ്റ് തോന്നുന്നില്ലേ? അല്ലേ? ഇനി അടിച്ചാൽ വേറെ കിട്ടും ഇതുപോലെ. ഇൻ കേസ് നിങ്ങൾക്ക് ഇതൊന്നും ഉപയോഗിക്കാൻ അറിയത്തില്ല, ശരി, സമ്മതിച്ചു. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ മെറ്റ എന്ന് പറഞ്ഞ സാധനമില്ലേ, ഇപ്പം വാട്സാപ്പിനകത്ത് പറഞ്ഞ സാധനം ഇൻസ്റ്റാഗ്രാമിനകത്തൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഇൻസ്റ്റാഗ്രാം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, എൻ്റെ ഫോണിൻ്റെ സ്ക്രീൻ വന്നോ? ഫോണിൻ്റെ സ്ക്രീൻ കാണാമോ? ഇല്ലല്ലേ, ലാപ്പിൻ്റെ സ്ക്രീനാണ് എടുക്കുന്നല്ലേ. ഓക്കെ, കുഴപ്പമില്ല, ഫോണിൻ്റെ സ്ക്രീൻ ഇടാം. ഓക്കെ, കാണാമോ ഫോണിൻ്റെ സ്ക്രീനിലല്ലോ?
ഷെയർ സ്ക്രീൻ കണ്ടിന്യൂ. ഇപ്പോൾ വന്ന് നോക്കാം. ഫോണിൻ്റെ സ്ക്രീൻ കാണോ? കാണോ? സ്ക്രീൻ വന്നോ ഫോണിൻ്റെ? ഓക്കെ. ജസ്റ്റ് നിങ്ങൾ വാട്സാപ്പ് എടുക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങൾ വാട്സാപ്പ് കാണാൻ പറ്റും. ഓക്കെ. ഇവിടെ നേരെ ഈ പറഞ്ഞ മെറ്റയായി കണ്ടോ, അതായത് ഈ പറഞ്ഞൊരു സാധനം നമ്മുടെ എല്ലാവരുടെയും ഫോണിലുള്ള കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ എല്ലാ ഫോണിനകത്തുണ്ട്, ആർക്കും ഒരു ക്ഷാമവും ഇല്ല. നിങ്ങളുടെ സൈഡിൽ ഇങ്ങനെ ഒരു നല്ല ഒരു നീല നിറത്തിൽ ഇങ്ങനെ തിളങ്ങി കാണുന്ന ഒരു സാധനമായിരിക്കും. ഇതുകൊണ്ട് നമ്മുടെ ഈ പ്ലസ് ബട്ടന് നേരെ മുന്നിലായിട്ട് തന്നെ ഈ ഒരു മെറ്റയായി നമുക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ ഉണ്ടോ ആസ്ക് മെറ്റയായി ഓർ സെർച്ച് എന്ന് പറഞ്ഞ മേളിൽ തന്നെ കാണാൻ പറ്റും. അപ്ഡേറ്റ് ചെയ്ത കേസ് കിട്ടും കേട്ടോ. അത് പിടിച്ച് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ അടിച്ച് അതേ സാധനം ഇവിടെ കൊണ്ട് അടിക്കുക. എന്താണ്? മേക്ക് എ സിമ്പിൾ സ്റ്റോറി ആൻഡ് make 5 OMR questions from it. ഓക്കെ, നമ്മളിതിന് കമാൻഡ് കൊടുത്തു. ഇപ്പോൾ അവർ തരും കേട്ടോ, പേടിക്കണ്ട. ഇപ്പോൾ കണ്ടോ അവർ ടൈപ്പിംഗ് ആണ്, സംഭവം ഇപ്പോൾ വരും. ഞാൻ അപ്പുറത്തിരുത്തി ആരെയും ഇങ്ങോട്ട് അയക്കാൻ ഇട്ടിട്ടില്ല. കണ്ടോ, ഹിയർ എ സിമ്പിൾ സ്റ്റോറി. കണ്ടോ, രാഹുലിൻ്റെ ഒരു കഥ വന്നിട്ടുണ്ട് ഇവിടെ. കണ്ടോ, രാഹുലിൻ്റെ ഒരു കഥ വന്നു. നിങ്ങൾക്ക് ഫോണിലാണെങ്കിലും ചെയ്യാൻ പറ്റും കേട്ടോ, വാട്സാപ്പിലാണെങ്കിലും ഇരുന്ന ഇത് ചെയ്യാൻ പറ്റും. കണ്ടോ, ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? പോയി ക്വസ്റ്റ്യൻ വായിക്കണം. വേർ ഡിഡ് രാഹുൽ ഗോ ടു പ്രാക്ടീസ് ബാറ്റിംഗ്? രാഹുൽ എവിടെയാണ് ബാറ്റിംഗ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പോയിക്കൊണ്ടിരുന്നത്? പാർക്കിലാണ്. ഇവിടെ ഉത്തരം വന്നു, ഓട്ടോമാറ്റിക്കലി ഉത്തരം വന്നു. ഇവിടെ ഒരു കുഴപ്പമുണ്ട്, ഉത്തരം അതേപടി വരും. നമ്മുടെ ഇതുപോലല്ല, അങ്ങനെ ഒരു പ്രശ്നം ഇപ്പോൾ മനസ്സിലായില്ലേ? അടുത്തത്, ഹൂ ബോൾ ദി ബാറ്റ് ദാറ്റ് രാഹുൽ ഹിറ്റ്? ആരെറിഞ്ഞ ബോളിനാണ് രാഹുൽ ബാറ്റ് കൊണ്ട് അടിച്ചത്? വേർ ഡിഡ് ദി ബോൾ ലാൻഡ് ആഫ്റ്റർ രാഹുൽ ഹിറ്റ് ഇറ്റ്? രാഹുൽ ആ ബോൾ അടിച്ചു കഴിഞ്ഞ് എവിടെ പോയാണ് ലാൻഡ് ചെയ്തത്? അടുത്തത്, വാട്ട് ഡിഡ് രാഹുൽ ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ഫൈൻഡ് ഇൻ ദി പോണ്ട്? അവർ ആ പോണ്ടിൽ എന്താണ് അവർ കളിച്ചുകൊണ്ടിരുന്ന പോണ്ടിൽ കണ്ടെത്തിയത്? വാട്ട് ഡിഡ് രാഹുൽ ആൻഡ് ഹിസ് ഫ്രണ്ട് ഡു ആഫ്റ്റർ റിട്രൈവിങ് ദി ബോൾ? എന്താണ് അവർക്ക് ബോൾ കാണാതെ പോയപ്പോൾ ബോൾ വല്ലോ നമ്മുടെ ഈ പറഞ്ഞ പോണ്ടിൻ്റെ അടുത്ത് വല്ലതും പോയി വീണ് കാണും. അവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞിട്ട് അവരെന്താണ് ചെയ്തത്? ജസ്റ്റ് നമുക്കൊന്ന് പാരഗ്രാഫ് വായിച്ച് നോക്കാം. നോക്കിയേ. രാഹുൽ, എ യങ് ബോയ്, ലവ് ടു പ്ലേ ക്രിക്കറ്റ്. വൺ സണ്ണി ഡേ ഹി വെൻറ്റ് ടു ദി പാർക്ക് വിത്ത് ഹിസ് ഫ്രണ്ട്സ് ടു പ്രാക്ടീസ് ബാറ്റിംഗ്. His friend Rohan bowled a fast ball, and Rahul hit it high in the air. The ball flew over a fence and landed a nearby pond. Rahul and his friends ran to the pond and found a family of ducks swimming in the water. They carefully retrieved the ball and continued their game. കണ്ടോ, എന്ത് ചെയ്തു? രാഹുൽ ഒരു കൊച്ചു കുട്ടിയായിരുന്നു, അവന് ക്രിക്കറ്റ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു സൂര്യനുള്ള അല്ലെങ്കിൽ ഒരു വെയിലുള്ള ദിവസം, സണ്ണിയുടെ എന്ന് വെച്ചാൽ വെയിലുള്ള ദിവസം, എന്ത് ചെയ്തു? അവൻ പാർക്കിൽ അവൻ്റെ കൂട്ടുകാരുടെ ബാറ്റിന് പ്രാക്ടീസ് ചെയ്യാണ്ട് പോയി. അവൻ്റെ ഫ്രണ്ട് റോഹൻ എന്ത് ചെയ്തു? അവനൊരു ഫാസ്റ്റ് ബോൾ എറിഞ്ഞു. ബോൾ കണ്ടുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? ഒറ്റയടി ബോൾ എയറിലായി. ബോൾ പൊങ്ങിപ്പോയിട്ട് എവിടെ ചെന്ന് വീണു? ഒരു പോണ്ടിൻ്റെ അടുത്ത് പോയാണ് വീണത്. കണ്ടോ, നമ്മൾ ആ ക്വസ്റ്റ്യൻ കണ്ടപ്പോഴേ മനസ്സിലായി പോണ്ടിൻ്റെ അടുത്ത് പോയിരിക്കും വീണതെന്ന്. അപ്പോൾ രാഹുലും അവൻ്റെ ഫ്രണ്ട്സും എങ്ങോട്ട് ഓടി? പോണ്ടിൻ്റെ അടുത്തേക്ക് ഓടി. ഓടിയപ്പോൾ അവരെന്ത് കണ്ടു? ഒരു താറാവും കൂട്ടം അവിടെ എന്ത് ചെയ്യുന്നു? നീന്തി തുടിക്കുന്നു. അവരതിനെയൊന്നും ശല്യപ്പെടുത്താതെ ബോൾ പോയി എടുത്തുകൊണ്ട് എന്ത് ചെയ്തു? അവരുടെ ഗെയിം അവർ കണ്ടിന്യൂ ചെയ്തു. ക്വസ്റ്റ്യൻസ് വായിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടും. വേർ ഡിഡ് രാഹുൽ ഗോ ടു പ്രാക്ടീസ്? എവിടെയാണ് രാഹുൽ പ്രാക്ടീസിന് പോയത്? പാർക്കിലാണ്. ഹൂ ബോൾ ടു ദി ബോൾ ദാറ്റ് രാഹുൽ ഹിറ്റ്? ആരെറിഞ്ഞ ബോളിലാണ് രാഹുൽ ബാറ്റ് അടിച്ചത്? ആരാണ്? റോഹൻ എറിഞ്ഞാണ്. വേർ ഡിഡ് ദി ബോൾ ലാൻഡ് ആഫ്റ്റർ രാഹുൽ ഹിറ്റ് ഇറ്റ്? രാഹുൽ അടിച്ച ബോൾ എവിടെ പോയാണ് വീണത്? ഇൻ എ നിയർ ബൈ പോണ്ട്, നമ്മുടെ തടാകത്തിനരികിലാണ് പോയി വീണത്. വാട്ട് ഡിഡ് രാഹുൽ ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ഫൈൻഡ് ഇൻ ദി പോണ്ട്? അവർ രാഹുലും ഫ്രണ്ട്സും പോണ്ടിനരികിൽ കണ്ടെത്തിയത് എന്താണ്? ഡക്സിനെയാണ്. വാട്ട് ഡിഡ് രാഹുൽ ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ഡു ആഫ്റ്റർ റിട്രൈവിങ് ദി ബോൾ? ബോൾ കിട്ടിക്കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്തു? ദേ കണ്ടിന്യൂ ദെയർ ഗെയിം. കണ്ടോ, ഇതുപോലുള്ള പാരഗ്രാഫ് നിങ്ങൾക്ക് കണക്കിന് മലയാളത്തിൽ മാത്സിൻ്റെ ടൈംസിൽ പറഞ്ഞാൽ നമ്പർ ഓഫ് പാരഗ്രാഫ് ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും കേട്ടോ. ഇത് നിങ്ങൾ ഒരു മാസം ഇങ്ങനെ സിമ്പിൾ പാരഗ്രാഫിൽ ട്രൈ ചെയ്യണം. അപ്പം നമുക്കൊരു ഐഡിയ കിട്ടും. കണ്ടോ, ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നില്ലേ ഇതിലെന്തൊക്കെയോ ഉണ്ട് അല്ലേ? ഒരു ഐഡിയ നമുക്ക് മനസ്സിലേക്ക് ഉടനെ തന്നെ ഓടി വരും കേട്ടോ. അപ്പം ആ ഒരു രീതിയിലൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ചെയ്യുവാനായിട്ട് നോക്കണം. മനസ്സിലായോ ചെയ്യേണ്ട രീതി എന്നാന്ന്? കിട്ടിയോ? ഐഡിയ കിട്ടിയോ? കിട്ടിയോ എന്താ ചെയ്യേണ്ടതെന്ന്? പാരഗ്രാഫ് നിങ്ങൾ സോൾവ് ചെയ്തേ പറ്റത്തുള്ളൂ കേട്ടോ. നമ്മുടെ കയ്യിലുള്ള മാർക്കാണ്. നിങ്ങൾക്ക്
എന്താണ് കയ്യിലുള്ള മാർക്ക് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യില്ല, വിട്ട് കളയരുത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഡെയിലി പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ ഈ ഒരു സാധനം കിട്ടത്തുള്ളൂ. ഒരു മാസം ഇത് ട്രൈ ചെയ്യണം കേട്ടോ. ബുദ്ധിമുട്ടാണെങ്കിൽ ഓരോ പാരഗ്രാഫ് ഞാൻ തന്നെ ഇട്ട് തരാം കേട്ടോ. നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നാളെ മുതൽ ഓരോ പാരഗ്രാഫ് നിങ്ങൾക്ക് ഞാൻ തന്നെ ഇതുപോലെ ഇട്ട് തരാം. വലിയ പാടൊന്നുമില്ലോ, 3 സെക്കൻഡ് 4 സെക്കൻഡ് കൊണ്ട് നമുക്ക് കിട്ടുമല്ലോ. നമ്മൾ ഒത്തിരി ഉണ്ടാക്കുകയൊന്നും വേണ്ടല്ലോ. അത് നമ്മൾ വായിച്ച് നോക്കണം. ശേഷം വൈകുന്നേരം ഞാൻ എൻ്റെ ആൻസേഴ്സ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. പറഞ്ഞ് മനസ്സിലായോ? നിങ്ങൾക്ക് ഏതാ വേണ്ടത്? തന്നെത്താനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. മടിയന്മാർ കാണുമല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ്. ഇങ്ങനെയെങ്കിലുമൊക്കെ പഠിക്കട്ടെ എന്നൊരു ചിന്താഗതി വന്നുകൊണ്ടാണ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. തന്നെ ചെയ്യുമെങ്കിൽ തന്നെ ചെയ്യാം കേട്ടോ. ഒന്നിൽ കൂടുതൽ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. ഡെയിലി ഓരോ പാരഗ്രാഫ് ഇത് ഗ്രൂപ്പിൽ ഇട്ട് തരാം. അത് വായിക്കണം, സോൾവ് ചെയ്യണം. മനസ്സിലായോ? കിട്ടിയ ഐഡിയ? ഇതിനുള്ള ഗുണം പലതാണ്. ഒന്ന്, നിങ്ങൾക്ക് വൊക്കാബുലറീസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ശരിയല്ലേ? വൊക്കാബുലറി എന്ന് വെച്ചാൽ ഇംഗ്ലീഷിലുള്ള ഭാഷകളിലുള്ള ഓരോന്നിൻ്റെയും മീനിങ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. സ്പെല്ലിങ്ങിലൊരു ഐഡിയ കിട്ടും. രണ്ടാമത്തെ കാര്യം, നമുക്കറിയാലോ ഗ്രമാറ്റിക്കൽ മിസ്റ്റേക്ക് നമ്മൾ പറയുന്നതിൻ്റെ അകത്ത് എഴുതുന്നതിൻ്റെ അകത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. ഇതുപോലുള്ള പാരഗ്രാഫ് നിങ്ങൾ ഡെയിലി നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കി. ഒരു 5 മിനിറ്റ് പോലും വേണ്ട ചെയ്യാനായിട്ട് അല്ലേ? നിങ്ങളുടെ വൊക്കാബുലറി, നിങ്ങളുടെ ലാംഗ്വേജ് സ്കില്ല് അവിടെ കൂടും. നിങ്ങൾക്ക് ടീച്ചറായിരിക്കെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടതാണ് ലാംഗ്വേജ് സ്കിൽ അല്ലേ? അവിടെ കൂടും. നിങ്ങളുടെ LSRW സ്കിൽസ്, ലിസണിങ്, സ്പീക്കിങ്, റീഡിങ്, റൈറ്റിംഗ് സ്കിൽസ് നിങ്ങൾക്ക് കൂടും. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? നിങ്ങളുടെ ഇൻ്റലക്ച്വൽ പവർ കൂടും. അതായത് നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിൻ്റെ ഉത്തരത്തിലേക്ക് നിങ്ങൾ തേടി പോകുമ്പോൾ ഇത് ഞാൻ അവിടെ കേട്ടിട്ടുണ്ടോ, ഇവിടെ ഞാൻ അറിഞ്ഞിട്ടുണ്ടല്ലോ എന്നൊരു ചിന്താഗതി നിങ്ങളുടെ മനസ്സിലേക്ക് തന്നെ ഓടിയെത്തും. നിങ്ങളുടെ ബുദ്ധി അവിടെ കൂടും. പിന്നെ നിങ്ങളുടെ ഓർമ്മശക്തി, മെമ്മറി പവർ കൂടും. കാരണം ക്വസ്റ്റ്യൻ വായിച്ച് നമ്മളൊന്ന് മനസ്സിൽ വെച്ചോണ്ടാണ് നമ്മൾ ഇതിലേക്ക് പോകുന്നത്, പാരഗ്രാഫിലേക്ക് പോകുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിലെന്തൊക്കെയോ അടങ്ങിയിട്ടുണ്ട്. ആ കഥയുടെ ഒരു ചെറിയ സാരാംശം നമുക്ക് അവിടെ തന്നെ ഊഹിച്ചെടുക്കാൻ പറ്റും. നിങ്ങളുടെ ക്രിയേറ്റീവ് തിങ്കിങ്ങും ക്രിട്ടിക്കൽ തിങ്കിങ്ങും എല്ലാം അവിടെ വളരും. ആസ് എ ടീച്ചർ നിങ്ങൾക്ക് വേണ്ട സ്കില്ലുകളെല്ലാം തന്നെ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ ഒരു സംഭവത്തിൽ നിന്ന് കിട്ടും. അതുകൊണ്ടാണ് കൊച്ചു ക്ലാസ്സിൽ നിങ്ങൾക്ക് മനസ്സിലാവും, പാരഗ്രാഫ് നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ മനസ്സിലാവും, ഈ പാരഗ്രാഫ് സൊല്യൂഷൻ എല്ലാം അടുത്തുകൊണ്ട് സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് വരെയുണ്ട് കേട്ടോ. 1-ാം ക്ലാസ്സിൽ തുടങ്ങി നമ്മൾ ഏത് മെയിൻ പരീക്ഷ എഴുതാൻ പോക്കോ അവിടെയെല്ലാം ബാങ്ക് എക്സാമിനുണ്ട്, PSC എക്സാംസിനുണ്ട്, നിങ്ങൾ ഈ പറഞ്ഞ LP UP എക്സാം എഴുതണം അതിൻ്റെ അകത്തുണ്ട്. മെയിനായിട്ട് എന്ത് എക്സാം വരുന്നോ അതിൻ്റെ അകത്തെല്ലാം ഉള്ളതാണ് ഈ പറഞ്ഞ കോംപ്രിഹെൻസീവ് പാരഗ്രാഫ് സോൾവ് ചെയ്യാന്നുള്ളത്. സോ ഇപ്പോഴേ നിങ്ങൾ പ്രാക്ടീസ് തുടങ്ങണം. നിങ്ങൾ ആരും ചെയ്തു തുടങ്ങിയിട്ടില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇപ്പോഴേ ചെയ്തു തുടങ്ങണം. നിങ്ങളുടെ വൊക്കാബുലറി, നിങ്ങളുടെ സ്കിൽസ്, നിങ്ങളുടെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്, ലാംഗ്വേജ് അക്വസിഷൻ എല്ലാം ഇതിൽ നിന്നും കൂടും കേട്ടോ. ഇതുപോലുള്ള സൈറ്റുകളൊക്കെ നിങ്ങൾക്ക് ഒരുപാടെണ്ണം വരുന്നുണ്ട്, പറഞ്ഞു തരാം. നമുക്ക് പതുക്കെ പഠിക്കുന്നതാണ് അതിൻ്റെ ഒരു നല്ലത് കേട്ടോ. ഇഷ്ടംപോലെ സൈറ്റ്സ് ഇതുപോലെ നമുക്ക് ഉപകാരപ്പെടുന്ന ഒത്തിരി എണ്ണമുണ്ട്. അതിൻ്റെ ഉപയോഗം കണ്ട് നന്മ മനസ്സിലാക്കി നമ്മൾ പഠിക്കാനായിട്ട് നോക്കണം കേട്ടോ. പിന്നെ ടീച്ചേഴ്സാണ് നമ്മൾ അപ്ഡേറ്റ് ആയേ പറ്റത്തുള്ളൂ കേട്ടോ. അല്ലാതെ പ്രായമായി പിള്ളേരും കൊച്ചുങ്ങളും ഒക്കെ ഉണ്ട്, തിരക്കാണ്, അടുക്കളയിലുണ്ട്, കെട്ടിയവൻ്റെ കാര്യം നോക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നാൽ ഇതും പറഞ്ഞിരിക്കത്തേ ഉള്ളൂ. നമ്മൾ അപ്ഡേറ്റ് ആകണം കേട്ടോ. സമയം കണ്ടെത്തി നമ്മൾ ഓരോരുത്തരും അപ്ഡേറ്റ് ആയെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് നേടിയെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. ഇതൊന്നും നിങ്ങൾക്ക് വേറെ ആരും പറഞ്ഞു തരത്തില്ല. ഞാൻ എന്നെ പൊക്കി പറയുന്നതല്ല. നിങ്ങൾക്കറിയാലോ, നല്ലത് കണ്ടാൽ നമ്മൾ നല്ലത് നമ്മൾ പറയാനായിട്ട് പഠിക്കണം. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള സോഫ്റ്റ്വെയർസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. ഇപ്പം അപ്ഡേറ്റ് ആയിട്ട് വന്ന മിക്ക AI ടൂൾസും ടീച്ചേഴ്സായി നമുക്ക് ഒരുപാട് ഉപകാരപ്പെടാൻ ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് നമുക്കുണ്ട് കേട്ടോ. നമുക്ക് ഉപകാരമുള്ളതൊക്കെ നമുക്ക് ഇതുപോലൊക്കെ വരും നമ്മളെടുത്ത് നിങ്ങളെ കാണിക്കും, നിങ്ങളെ പരിചയപ്പെടുത്തും. അത് യൂസർ ഫ്രണ്ട്ലി ആക്കാനും നമ്മൾ നോക്കും. നിങ്ങൾക്ക് എന്ത് സംശയമുണ്ട് നിങ്ങൾക്ക് തുറന്ന് ചോദിക്കാം. പിന്നെ ഇടയ്ക്കൊക്കെ ദേഷ്യം തോന്നുന്നത് എന്നാന്ന് ചോദിച്ചാൽ പരീക്ഷ എഴുതാതെ വരുമ്പോൾ മാർക്ക് പറയുമ്പോഴൊക്കെ ദേഷ്യപ്പെടാം. അതിൻ്റേതായിട്ടുള്ളൊരു ആസ് എ ടീച്ചർ സ്റ്റുഡൻറ്റ് അങ്ങനെയല്ലേ, സ്നേഹത്തിൻ്റെ പുറത്ത് അങ്ങനെ പോകണം. പഠിക്കേണ്ട സമയത്ത് പഠിക്കണം, നിങ്ങളെല്ലാം പാസ്സാക്കണം. അതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം കേട്ടോ. നമ്മളൊരു ബാച്ചിൽ ഏകദേശം 50% മേലുള്ള വിജയം നമ്മൾ എപ്പോഴും കൊണ്ടുപോകാനായിട്ട് നോക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ല, എനിക്കത് നിർബന്ധമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഇതുപോലെ വാശിക്ക് പിടിക്കുന്ന ടെമ്പോസിഷൻ എഴുതാൻ പറയുന്നതും അതുപോലെ തന്നെ എഴുതി അയക്കാൻ പറയുന്നതും ഞാൻ ചെക്ക് ചെയ്യുന്നതും ക്രോസ് വെരിഫൈ ചെയ്യുന്നതെല്ലാം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ചെറിയ വഴക്കും പെരുപ്പും ഒക്കെ ഉണ്ടാകുന്ന അതിന് വേണ്ടിയിട്ടല്ല, ആരോടും പിണക്കം ഉണ്ടായിട്ടൊന്നുമല്ല കേട്ടോ. അതിൻ്റെ പേരിൽ നിങ്ങളെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഓർത്തത്, ചെയ്താൽ മതി കേട്ടോ. യെസ്, അപ്പം നാളെ മുതൽ എന്ത് ചെയ്യണം, ഓരോ പാരഗ്രാഫ് ഡെയിലി സോൾവ് ചെയ്യണം. ആദ്യം നമ്മൾ ഇംഗ്ലീഷ് ചെയ്യും, ദെൻ നമ്മൾ എങ്ങോട്ട് പോകും, മലയാളത്തിലേക്ക് പോകും കേട്ടോ. ഈ സെയിം സാധനം മലയാളത്തിൽ നിങ്ങൾക്ക് കിട്ടും. ഡെയിലി നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ എടുത്ത് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് നോക്കണം. നമുക്ക് 2 ആഴ്ചയ്ക്ക് തന്നെ ഞാനൊരു കോമൺ ഗ്രൂപ്പ് ഓപ്പൺ ആക്കി തരാം. ഞാൻ ഡെയിലി ഓരോരുത്തരോട് അതിനകത്ത് ഇടാൻ പറയും. അപ്പോൾ നിങ്ങൾ അതിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യണം കേട്ടോ. ഇങ്ങനെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ചെറിയൊരു ടീച്ചിങ് സ്കില്ലൂടെ നിങ്ങളിൽ വളരും കേട്ടോ. അപ്പം അത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ക്ലിയർ ആയോ?
ചെയ്യേണ്ടതൊക്കെ എന്നാന്ന് ഡൗട്ട് വല്ലതും ഉണ്ടോ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? പാരഗ്രാഫ് എങ്ങനെ ചെയ്യാമെന്ന് മനസ്സിലായോ? എളുപ്പമല്ലേ ചെയ്യാണ്ട്, വലിയ പാടൊന്നുമില്ല കേട്ടോ. ഈ പാരഗ്രാഫ് എന്ന സാധനം ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇപ്പോൾ നമ്മൾ എടുത്ത ടോപ്പിക് ഇംഗ്ലീഷിലും മലയാളത്തിൽ ഉപയോഗിച്ചാൽ ഏകദേശം ഒരു 15 മാർക്കോളം ഉള്ള ടോപ്പിക് ഒറ്റ ദിവസം നമ്മൾ കവർ ചെയ്തു. ഒരു 3/4 മണിക്കൂർ കൊണ്ട് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. എന്ത് ചെയ്യണം? അത് ഒരു ദിവസം കൊണ്ടൊന്നും കിട്ടത്തില്ല, ഞാൻ പറഞ്ഞല്ലോ. ഇങ്ങനെ ഡെയിലി നമ്മൾ അപ്ഡേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ സ്കിൽസും നമ്മുടെ മെമ്മറിയും നമ്മുടെ ബ്രെയിനും എല്ലാം അതേ ഒരു പ്രോസസ്സിങ്ങിലൂടെ പോയെങ്കിൽ മാത്രമേ ഇത് നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. തന്നെയല്ല, നിങ്ങളൊരു ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുമോ? ഞാനിത് റെക്കോർഡിംഗ് ഓഫാക്കി വെക്കാം.